എടീ, കൊറേ സമയമുണ്ടല്ലോ വാതിലും പൂട്ടിയിരിക്കുന്നേ. ഒന്ന് ഇറങ്ങി വാങ്ങ്. എടീ പെണ്ണേ, നീ എന്തിനാ ആ കൂട്ടിനെ ശല്യം ചെയ്തോണ്ടിരിക്കുന്നത്? അവൾ അവിടെ ഇരുന്നോട്ടെ, നിനക്കെന്താ? പെണ്ണ് ഏത് നേരം നോക്കിയാലും റൂം അടിച്ച് അതിനകത്താ ഇരിക്കുന്നത്. ഇവൾക്ക് ഇത്രയും സ്ഥലങ്ങളില്ലേ, എന്നാ പിന്നെ ഒന്ന് മേലെ പോയിരുന്നൂടെ? ഞാൻ ഒറ്റ ഒരുത്തി അവിടെ പണികളെല്ലാം ചെയ്യുന്നത്, എന്നാ അതിന് വന്ന് സഹായിക്കോ? അതും ചെയ്യില്ല. ഒന്ന് എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ അപ്പം നിങ്ങൾ വരും. വേണ്ട മോളെ പോയിരുന്ന് പഠിച്ചോ പറഞ്ഞിട്ട്. ഇറങ്ങ്. അല്ല ജാനി, ആ കുട്ടി പഠിക്കുകയാണ്, അവൾക്ക് പരീക്ഷ എടുക്കാറായില്ലേ? ആ ബോധം നിനക്കില്ലാത്തത്? അതിനെങ്ങനെയാ? 7ാം ക്ലാസ് വരെയല്ലേ നീ പഠിച്ചിട്ടുള്ളൂ? ഞാനും പഠിച്ചിട്ടില്ല. എൻ്റെ മോളെങ്കിലും നന്നായി പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. അപ്പൊ ഏത് നേരം അത് മുട്ടിക്കൊണ്ടിരുന്ന ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റുമോ? നിങ്ങൾ ഏത് നേരം പെണ്ണിനെ ഇങ്ങനെ തലയിൽ കയറ്റി വെച്ചോ? ഇത്രയും വയസ്സായിട്ടും ഒന്നും ഒരു പണി അതിനറിയില്ലല്ലോ. അവൾ ഇട്ട തുണിയൊക്കെ ഞാനാണ് അലക്കി കൊടുക്കണത്. ഒരു ചായ പോലും മര്യാദയ്ക്ക് വെക്കാൻ അറിയില്ല. എന്നാണെങ്കിലും ഇതൊക്കെ പഠിക്കണ്ടേ? അല്ലാണ്ട് പഠിപ്പ് വേണ്ട നടക്കാൻ പറ്റുമോ? മതി മതി മതി, നിർത്തി. നീ ഏത് നേരം എൻ്റെ കുട്ടിന് ശല്യം ചെയ്യണ്ടേ? ഇപ്പൊ എന്തെങ്കിലും പണിയുണ്ടെ ചെയ്ത് നോക്ക്. എന്തെങ്കിലും ഞാൻ സഹായിച്ചു തരാം. അവളെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതല്ലേ അച്ഛൻ. എന്നാ നിങ്ങൾ വരി, അവിടെ കുറെ പണിയുണ്ട്. മോള് പഠിച്ചോട്ടോ. കേട്ടില്ലേ? ഇതാ എൻ്റെ അച്ഛനും അമ്മയും. അച്ഛനൊരു പാവമാ, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ കുറച്ച് വഴക്ക് പറയുന്നേ ഉള്ളൂ, പക്ഷെ നല്ല കെയർ ചെയ്യും. അവരൊക്കെ വിചാരിച്ചിരിക്കണതേ ഞാനവിടെ കുത്തിയിരുന്ന് പഠിക്കാന്നാ. പക്ഷെ നിന്റെ അടുത്ത് സംസാരിച്ചിരിക്കാന്ന് ആ പാവങ്ങൾക്ക് അറിയുന്നില്ലല്ലോ. അത് സാരമില്ല പാറു, ഇതും ഒരു പഠിത്തമല്ലേ. കോളേജിൽ പോയാൽ നിനക്ക് ആരെങ്കിലും പറഞ്ഞുതരുമോ? ഇതൊക്കെ പഠിപ്പിച്ചു തരാൻ മനുവേട്ടൻ തന്നെ വേണ്ടേ? ഒന്ന് പോടാ, ഓരോ ക്രിഞ്ചായിട്ട് വന്നിരിക്കണം. അല്ല, എന്താ പരിപാടി? എന്ത് പരിപാടി? നിനക്ക് കോളേജ് ഇല്ലാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് നിന്നെയും കൂട്ടി ഇങ്ങനെ കറങ്ങാൻ പോയിരുന്നു. ഇത് സ്റ്റക്കായിരിക്കാടോ. കോളേജിൽ വരാണ്ട് ഫുൾ ടൈം നിന്റെ കൂടെ കറങ്ങിട്ടെ ഒരു വസ്തു എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്തവണ എക്സാം ഇതാവുമ്പോ അറിയാം. ഇവിടെ അറ്റൻഡൻസ് പോലും ഇല്ല. മിക്കവാറും സപ്ലൈ ആവുന്നാ തോന്നണത്. എന്ത് പഠിത്തം പാറു? അതൊക്കെ മതി. ഞാനൊക്കെ പഠിച്ചിട്ടാ. എടാ, കല്യാണം കഴിഞ്ഞു വന്നാൽ നീ പണിക്കൊന്നും പോകണ്ട, എവിടെ ഇരുന്നാ മതി. ഈ മനുവേട്ടൻ നിന്നെ രാജകുമാരനെ പോലെ നോക്കും. അത് പോരെ? നോക്കിയാ മതി. പിന്നെ എനിക്ക് ബൈക്കിൽ നൈറ്റ് ഡ്രൈവ് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് മഴയും കൂടെ ഉണ്ടെങ്കിൽ നല്ല വൈബായിരിക്കടാ. നീ ഒന്ന് ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി പാറു. പിന്നെ നമ്മൾ ദിവസം ട്രിപ്പ് ആയിക്കില്ലേ? അടിപൊളിയായിരിക്കും ഇവിടെ നമ്മുടെ ലൈഫ്. കേൾക്കുമ്പോൾ തന്നെ കോതയാവണം. നീ പറഞ്ഞ പോലെ പാടപ്പൊക്കെ നിർത്തിട്ട് വേഗം കല്യാണം കഴിക്കാനാണ് തോന്നുന്നത്. ആകെ ബോറിങ് ആവുന്നടോ. എന്തായാലും ലീവല്ലേ, നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയാലോ? അതാണ് ഞാനും ആലോചിക്കുന്നത്. പക്ഷെ ഫണ്ടിന് ചെറിയൊരു ഷോർട്ട് ഉണ്ട്. വേറെ ഒന്നുമല്ല, ഇന്നലെ റിലേറ്റീവിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പൈസ ഞാൻ അമ്മൻ്റെ ആയിട്ട് കൊടുത്തു. ഇപ്പോൾ സ്റ്റക്കാണ് ഞാൻ. അത് സാരമില്ല, നീ ബൈക്ക് കൊടുത്ത് വന്നാൽ മതി. എണ്ണ അടിക്കാനും സിനിമ ടിക്കറ്റിനും ഭക്ഷണം കഴിക്കാനല്ലേ, അത് ഞാൻ അച്ഛനോട് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തോളാം. അത് നീ ചോദിക്കുമ്പോഴേക്കും അച്ഛൻ പൈസ തരുമോ? അല്ല, എന്ത് പറഞ്ഞ് ചോദിക്കും? നിന്റെ ഒപ്പം കൂടിയ പിന്നെ കള്ളത്തരം പറയാനൊക്കെ ഞാൻ പഠിച്ചു മോനെ. അല്ലെങ്കിലും ഞങ്ങളെ പോലുള്ള പെൺകുട്ടികൾക്ക് അച്ഛനും അമ്മൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞ പൈസ വാങ്ങിക്കാൻ നല്ല കഴിവാ. എന്തായാലും ഞാൻ പൈസ ഒപ്പിക്കാം. നീ വരാൻ റെഡിയാണോ? ഞാൻ എപ്പോഴോ റെഡി. നീ എന്താ പ്ലാൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ആദ്യം അച്ഛൻ്റെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ടേ ബസ് സ്റ്റോപ്പിൽ വന്നേക്കാം. എവിടെയാ പോകണ്ടെന്ന് നീ തീരുമാനിച്ചോളൂ. ഓക്കെ ഡിയർ. മെസ്സിയോടാ. അച്ഛാ, മോളെ പഠിത്തം കഴിഞ്ഞോ? ബോറടിക്കുന്ന അച്ഛാ. കുറേ സമയമല്ലേ പഠിക്കുന്നത്. ബാക്കി പിന്നെ പഠിച്ചോളാം. പിന്നെ കുറച്ച് നോട്ട്സ് എനിക്ക് ക്ലിയർ ചെയ്യാനുണ്ട്. ഞാൻ ഒന്ന് രേഷ്മൻ്റെ വീട്ടിൽ പോട്ടെ. എന്തിനാ മോളെ? അത് കമ്പൈൻ സ്റ്റഡിക്ക് അച്ഛാ. അവിടെ രോഹിണിയും ഗായത്രിയും വരാൻ വരണ്ടേ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി പഠിച്ചു കഴിഞ്ഞിട്ടൊരു 7 മണിയാകുമ്പോൾ ഞാൻ വീട്ടിലെത്താം. അത്ര നേരമൊക്കെ പഠിക്കണോ മോളെ? ആ അച്ഛാ, അത്ര നേരം പഠിച്ചാൽ തലയ്ക്ക് കയറില്ലേ? അല്ലല്ല, മോള് പഠിച്ച അച്ഛൻ ചോദിച്ചെന്നുള്ളൂ. എന്നാ പിന്നെ അച്ഛൻ കൊണ്ടുവിട്ട് തരട്ടെ? അച്ഛൻ ബുദ്ധിമുട്ടൊന്നും വേണ്ട. രോഹിൻ്റെ വീട് ഇവിടെ അടുത്തല്ലേ, ഞങ്ങൾ രണ്ടാളും കൂടി ബസ്സിന് പോയിക്കോളാം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അല്ല, വരുമ്പോഴോ? വരുമ്പോഴും ബസ്സിന് വന്നോളാം. അച്ഛൻ എന്നെ കുറിച്ച് പേടിക്കൊന്നും വേണ്ട. നിന്റെ കാര്യത്തിൽ അച്ഛന് പേടിയൊന്നുമില്ല മോളെ.
നീ അച്ഛൻ്റെ മോളല്ലേ. പിന്നെ ഞങ്ങളുടെ കോളേജിലൊരു കുട്ടിയുണ്ട്, അവളുടെ ഒരു ചെറിയൊരു വീടാണ്, ഷീറ്റൊക്കെ മറിച്ചത്. അപ്പോൾ ഈ മഴയൊക്കെ ആയിട്ട് ഭയങ്കര ചോർച്ച. ഞങ്ങൾ കോളേജിലെ കുട്ടികളൊക്കെ ചേർന്നിട്ട് അവൾക്കൊരു മേൽപ്പുര അങ്ങനെ ഓടിട്ട് കൊടുക്കാമെന്നൊക്കെ ഒരു തീരുമാനത്തിലുണ്ട്. അപ്പോൾ ഒരാൾ 2500 വെച്ച് എടുക്കണേ. അച്ഛൻ്റെ അടുത്ത് തരാനുണ്ടാവോ? അതാ തരുമോയെന്ന് ചോദിക്കുന്നത്? നല്ല കാര്യമല്ലേ ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് മക്കളെ ചെയ്യേണ്ടത്. അച്ഛൻ്റെ പോക്കറ്റിൽ പൈസ ഉണ്ട് കേട്ടോ, 2500 3000 വളർത്തറ വേണ്ട ചേർത്തോ. താങ്ക് യു അച്ഛോ. അളിയാ, നീ നമ്മുടെ രാജുവണ്ണൻ്റെ കല്യാണത്തിന് ഒരു ഷർട്ട് ഇട്ടില്ലേ, അത് തിരുമ്മിയിട്ടുണ്ടടാ. എടാ ഒന്ന് തരുവാടാ, എൻ്റെ ചിക്സിനെ കൊണ്ടൊന്ന് പുറത്തു പോകാനാ. അതൊക്കെ ഒപ്പിച്ചെടുത്തളിയാ. അങ്ങനെ വല്ലതും ചെയ്തോ, എന്നാലും നടക്കുള്ളൂ ഈ കാലത്ത്. അല്ലേ നിനക്ക് എൻ്റെ സ്ഥിതി അറിഞ്ഞൂടെ, ചോറ് നൊലിക്കുന്ന പോലെയാണ്, എപ്പോഴാ തലയിൽ വീഴാന്ന് അറിയില്ല. പിന്നെ അമ്മ തൊഴിലുറപ്പിന് പോയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അച്ഛനാണെങ്കിൽ ഏത് നേരം തണ്ണി റോട്ടിലല്ലേ കിടക്കുന്നത്. അവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും നല്ല കുടുംബത്തിൽ പിറന്ന കുട്ടിനെ കല്യാണം കഴിച്ച് തരുന്നു തോന്നുന്നുണ്ടാ? ഇല്ലല്ലോ. അപ്പം ഇതല്ലേ വഴി. എടാ കുറച്ച് പണിയൊക്കെ ലീവാക്കി ബൈക്ക് എടുത്ത് കറങ്ങടാ, ഏതിലൊന്നും നിനക്കും കിട്ടുന്നേ. ഇത് അത്യാവശ്യം തരക്കേടില്ലാത്ത കുടുംബത്തിലെയാ, കുറച്ച് ചിക്കിളി ഉണ്ടെന്ന് തോന്നുന്നു. അതെങ്ങനെയെങ്കിലും ഞാൻ ചാടിക്ക് കളിയാ. അവിടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. അതിനുള്ള പരിശ്രമമല്ലേ. വീട്ടുകാരൻ്റെ കാര്യമൊക്കെ ആകെ സെറ്റാണല്ലേ, ആകെ ഞാൻ സെറ്റാക്കും. നീ ഷർട്ട് എടുത്തേക്ക്. ആ കൂടി ഒരു ഐഫോൺ ഉണ്ട് മോനെ, അത് അമ്മ കുടുംബശ്രീ ലോൺ എടുത്ത് മേടിച്ച, അതിലാണ് അവൾ വീണിരിക്കുന്നത്. ഇതിൻ്റെ EMI അടിക്കാനുള്ള പൈസ പോലും എൻ്റെ അടുത്തില്ല, അതൊക്കെ അമ്മ തരും. പിന്നെ ആഴ്ചയിൽ 2 ദിവസമൊക്കെ പെയിൻറ്റ് പണിക്കൂലേ. മതി മതി. ഞാൻ വരുവേ. ഓക്കടാ. സെറ്റ്. അയ്യേ, ഇതെന്താ ഈ വായിലേക്ക് കൊണ്ടുവന്നത്? ഇതാണോ നിന്റെ റൊമാൻറ്റിക് പ്ലേസ്? എൻ്റെ പാറു, നീ കുറച്ച് ബുദ്ധിയോട് ചിന്തിക്ക്. എടാ ഈ പാർക്കിലും ബീച്ചിലൊക്കെ പോയാൽ ഒരുപാട് ആൾക്കാരുണ്ടാവും, മര്യാദയ്ക്ക് ഒരു ഉമ്മ പോലും വെക്കാൻ പറ്റില്ല. ഇവിടെ ആകുമ്പോൾ പിന്നെ ആരും ഇല്ലല്ലോ. അയ്യേ, അപ്പോൾ ഉമ്മ തരാൻ വേണ്ടി കൊണ്ടുവന്ന് അങ്ങോട്ട്? അതല്ലടി, ഞാൻ പറയട്ടെ. അപ്പുറം ഒരു കൈതക്കാടുണ്ട്, അവിടെ ആരും കാണില്ല. നമ്മളെപ്പോലെ കമിതാക്കളൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്, അല്ല നമുക്ക് അറിയുന്ന സ്ഥലമാണ്. അവിടെ ആകുമ്പോൾ ഒരാളും കാണില്ല. അയ്യോ, അങ്ങോട്ടൊന്നും ഞാനില്ല മനു, എനിക്ക് പേടിയാ. നമ്മൾ ബൈക്ക് അവിടെ ഉള്ളത്. ബൈക്ക് അവിടെ ഇരുന്നോട്ടെ, ഇങ്ങോട്ട് ഇറങ്ങിയാൽ ആർക്കെങ്കിലും ഡൗട്ട് തോന്നും, അല്ല അവിടെ വെച്ചത്. അവിടെ കുറച്ച് നേരം അത് കഴിഞ്ഞിട്ട് പോവാ. വേണ്ട മനു, എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഇഷ്ടമല്ല. നമുക്ക് സിനിമയ്ക്ക് പോയാൽ പോരെ? സിനിമയ്ക്ക് പോവാ, അത് 2 മണിക്കല്ലേ. ഇപ്പം 12 മണിയല്ല ആയിട്ടുള്ള, 1 മണിക്കൂർ കൂടി ഇരുന്നിട്ട് പോവാ. മനു വേണോ? എൻ്റെ പാറു, എന്തായാലും ഈ മനോട്ട് നിന്നെ കല്യാണം കഴിക്കും. അതിന് മുൻപ് ഒരു ഉമ്മയൊക്കെ തന്നു പറഞ്ഞിട്ട് എന്താണ് ഈ പ്രശ്നം? നിന്റെ മനോട്ടനല്ലേ. എന്നാലും എനിക്ക് നാണോടാ. എന്ത് നാണം. പിന്നെ പാറുക്കുട്ടി, എത്ര വെച്ചിട്ട് നമ്മൾ ഈ പ്രേമിച്ച് നടക്കുക? നമുക്ക് കല്യാണമൊക്കെ കഴിക്കണ്ടേ? മനു, അത് PG കഴിഞ്ഞിട്ട് കല്യാണം മതി എൻ്റെ ആഗ്രഹം. ഈ 2 വർഷം PGക്കൊക്കെ പോയിട്ട് നീ കുറച്ച് വിവരം വെച്ച് എന്നെ ഒഴിവാക്കി വേറെ ആരും കിട്ടിപ്പോലേ. എന്താ മനു? അല്ല പാറു, എനിക്ക് 2 വർഷം ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടോ? എനിക്ക് നീ എന്ന് പറഞ്ഞാലേ ജീവൻ എന്ന് പറഞ്ഞാൽ ജീവന, അത്രയ്ക്ക് ഇഷ്ടമാണ്. നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്താലോ? അയ്യോ മനു, അതൊന്നും വേണ്ട, അച്ഛനമ്മ അറിഞ്ഞോണ്ടല്ലോ. പാറു, നിന്റെ വീട്ടുകാരെ ചതിക്കുന്നൊന്നുമില്ലല്ലോ. എടാ ഈ സമയത്ത് പോയിട്ട് എന്നെ ഇഷ്ടമാണ് പ്രേമമാണെന്നൊക്കെ പറഞ്ഞാൽ അവർ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടാ? എന്തായാലും പ്രശ്നമാക്കില്ലേ? ഇതാകുമ്പോൾ അവരറിയാണ്ട് രജിസ്റ്റർ മാരേജ് ചെയ്തൊരു കല്യാണം കൂടി കഴിച്ചാലേ പിന്നെ അവർ ഒന്നും പറയില്ലടാ. നീ ഒന്ന് ആലോചിക്ക്. നീ പറഞ്ഞത് ശരിയാ. പെട്ടെന്ന് പോയിട്ട് പ്രേമമുണ്ടെന്നൊക്കെ പറഞ്ഞാലേ ആ സ്പോട്ടിൽ അവരെന്നെ കൊന്നു കളയും. ഇത്രയും കാലം സ്നേഹിച്ച പോലെ ഒന്നും ആയിരിക്കില്ല. പക്ഷെ എനിക്കാണെങ്കിൽ പഠിക്കാനും വയ്യ, പ്രാന്ത് അടിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞാലേ എൻ്റെ കൂടെ ദിവസം ട്രിപ്പ് അടിക്കാമല്ലോ. എടാ നീ കൂടുതലായിട്ടൊന്നും ചിന്തിക്കണ്ട, കടിച്ചു പൊളിക്കടാ. എൻ്റെ ഫ്രണ്ട് കിഷോറേ 18 വയസ്സായത് അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ കല്യാണം കഴിച്ചതാ. എന്താ ലൈഫ്, ഫുള്ള് കറക്കുമല്ലേ. നീ അവൻ്റെ ഇൻസ്റ്റാ പോയി നോക്ക്, ഫുള്ള് റീൽസാടാ. കല്യാണം കഴിഞ്ഞിട്ടേ നമുക്ക് ഒരുമിച്ച് കുറേ റീൽസ് ചെയ്യണേ. എത്ര വേണമെങ്കിലും ചെയ്യാം. കേൾക്കുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട്. എന്തായാലും ഭാവിയിലെ കാര്യങ്ങളൊക്കെ
നമുക്ക് അവിടെ പോയിട്ട് ചർച്ച ചെയ്യാം. മനു, ആരും വരില്ലല്ലോ. എടാ എനിക്കറിയാൻ സ്ഥലമല്ലേ, ഇവിടെ ആര് വരാനാ? ഇന്ന് നടക്ക്. കൃഷ്ണേട്ടാ, കുറേ നേരമായിട്ടേ മനസ്സിനെന്തൊരു ടെൻഷൻ പോലെ. നിങ്ങൾ ഫോൺ എടുത്തിട്ട് പെണ്ണിനൊന്ന് വിളിച്ചു നോക്കേ. ജാനകി, അവര് കൂട്ടുകാരൊക്കെ കൂടി പഠിക്കാൻ പോയതല്ലേ, അതിനിടയിൽ ഫോൺ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യണോ? ഇനിയിപ്പോൾ വിളിച്ചിട്ടും കാര്യമില്ല, ഫോൺ സൈലൻ്റ് ആക്കും പറഞ്ഞു. കുറേ ആൾക്കാരില്ലേ. നിനക്ക് പ്രഷറോ ഷുഗറോ കൂടുകയോ കുറേ ചെയ്തോ? അതാണോ? അതിൻ്റെ ഒന്നല്ല, കുട്ടികൾ പുറത്തു പോയിട്ട് എന്തെങ്കിലും ആപത്ത് വരുമ്പോഴേ ഞങ്ങൾ അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലെന്തോ. നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയവളെ. എൻ്റെ ജാനകി, അതൊക്കെ നിന്റെ തോന്നലാണ്. അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് എന്ത് സംഭവിക്കാനാ? നമ്മ രണ്ടാളുടെ പ്രാർത്ഥന ഇല്ലേ? എന്തായാലും ഈ PG കൂടി കഴിഞ്ഞിട്ടേ നമുക്ക് അവളെ കെട്ടിച്ചയക്കാട്ടോ. അമ്മോ, കല്യാണമൊന്നും ഇപ്പോൾ വേണ്ട. അവിടുത്തോളം പഠിക്കട്ടെ, പഠിച്ച് ജോലിയൊക്കെ കിട്ടിയിട്ട് മതി. അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്കും അത് തന്നെയാണ് താല്പര്യം. ഈ ദിവസം പേപ്പറിലൊക്കെ ഓരോ വാർത്ത വരുമ്പോഴേ പേടിയാവുക. ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചിട്ടു ഓരോ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുമ്പോൾ പറയുമ്പോഴേ, ഈ നല്ല ജോലിയും വരുമാനമൊക്കെ ഉണ്ടായിട്ട് സ്വന്തം കാലിൽ നിൽക്കുമ്പോഴേ അവർക്കൊരു ധൈര്യം ഉണ്ടാവുമല്ലോ. എന്നാലും ജോലി കിട്ടട്ടെ. അതിന് ജോലിയുള്ളതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. കല്യാണം കഴിച്ച പാടെ പാതി തീർന്നു പോയിട്ടിരിക്കുന്ന കുറേ അച്ഛനമ്മമാരുണ്ട്. ഭർത്താവിൻ്റെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ അവിടെ പിടിച്ചു നിൽക്കുന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ. അങ്ങനെയുള്ള കുട്ടികളാ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യണത്. എന്തായാലും നമ്മുടെ കുട്ടി കല്യാണം കഴിഞ്ഞ് മുമ്പ് തന്നെ പറയണം, ഭർത്താവിൻ്റെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നോ, എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഉണ്ട് എന്നുള്ളത്. നീ ഓരോന്നാലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. നമ്മുടെ മോക്കേ നല്ലൊരു ജീവിതം കിട്ടാൻ പോകുന്നു, നീ കണ്ടോ. മനു, നീ പതുക്കെ വന്നാൽ മതി, ഞാൻ ആദ്യം പോവാ. എന്ത് പേടിയടി. എന്നാ ചെല്ലേ, ഞാൻ പിന്നെ വരാം. പറയാളിയാ, എടാ ഞാൻ എൻ്റെ ചിക്സിനെയും കൊണ്ടേ നമ്മുടെ വയലിലെ ഹിഡ സ്പോട്ടില്ലേ, എടാ നീ നിൻ്റെ പെണ്ണുമായിട്ട് വരില്ലേ ആ സ്ഥലത്ത്? എന്താ നടന്നോന്ന് ചോദിച്ചാൽ ഒരു ഫ്രഞ്ചൊക്കെ അതിൻ്റെ ഒരു കിടിലിന് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അളിയാ. ഒന്നുമില്ല, ഇനി എപ്പോഴെങ്കിലും ഞങ്ങളുടെ പ്രേമം പിടിച്ചു പോയിട്ട് ആ പെണ്ണിൻ്റെ തന്തയും നല്ലയും കരഞ്ഞു കാണിച്ചാലേ അവളുടെ സ്വഭാവം അങ്ങ് മാറും. പെണ്ണാളിയാ, വിശ്വസിക്കാൻ പറ്റില്ല. അത് നമുക്ക് ഗുണം ചെയ്യും പിന്നീട്. എടാ ഈ ബെടക്കാക്കി തലക്കാക്കിയെന്ന് കേട്ടില്ലേ, അതന്നെ സംഭവം. അല്ലെങ്കിൽ നമ്മളപ്പോൾ ഉള്ള ചെക്കന്മാർക്കൊക്കെ ആരടാ പെണ്ണ് തരാൻ? ഇതിനെന്തായാലും ഞാൻ കേട്ടു കളിയാ. ഇനിയിപ്പോൾ ഒരു സിനിമയ്ക്ക് കൂടി പോകുന്നുണ്ട്, അപ്പോഴേക്കും ഓക്കെയാണ്. ആ ശരി ശരി. എന്താ കൃഷ്ണേട്ടാ, എന്തൊരു വല്ലായ്മ പോലെ? ഒന്നുമില്ല. അല്ല, നീ നേരത്തെ പറഞ്ഞില്ലേ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നിങ്ങളുടെ അമ്മമാരുടെ നെഞ്ച് കിടന്ന് പിടയ്ക്കുന്നേ. അല്ല, കുറേ നേരമായിട്ട് എൻ്റെ മനസ്സിങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നു, ഒരു പേടി. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പോൾ എൻ്റെ ഫോൺ എടുത്തിട്ടോ, ഒന്ന് മോളെ വിളിച്ചു നോക്കട്ടെ. നിങ്ങളങ്ങനെ പേടിക്കല്ലേ, അവൾക്കൊന്നും സംഭവിക്കില്ല. ഞാൻ ഫോൺ എടുത്തിട്ട് വരാം. അച്ഛനാണല്ലോ. ആ അച്ഛാ, ഞാൻ അവിടെ രേഷ്മൻ്റെ വീട്ടിൽ തന്നെയാ. ആ എല്ലാവരും ഉണ്ട്. ആ എന്നാ ശരി അച്ഛാ, പഠിക്കട്ടെ. ആ മോളെ പഠിച്ചോ വെച്ചോ. ആ ആ ഓ, എന്തിനാ ഈ മനസ്സ് കിടന്നിങ്ങനെ പിടിക്കുന്നു? അല്ല, അവൾക്കെന്ത് സംഭവിക്കാനാ? എൻ്റെ മോൾക്ക് എന്തെങ്കിലും പറ്റണമെങ്കിൽ അച്ഛനെ ഞാൻ മരിക്കണം.
ആ ഇവിടെ മതി. ഉണ്ടാക്കി തരാന്നേ. വേണ്ട, ഡൗട്ട് അടിക്കും. നീ പൊക്കോ. നാളെ ഞാൻ കോളേജിലേക്ക് വരാം. വേണ്ട വേണ്ട, എക്സാം തുടങ്ങണ. എനിക്ക് കുറച്ച് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യണം. ഇവിടെ പറയാം, ഞാൻ വൈകിട്ട് വിളിക്കാം, അന്നേരം വന്നാൽ മതി. ശരി. നീ എപ്പത്തി മോളെ? ഞാൻ ഇപ്പം എത്തിയുള്ളച്ചാ. എത്തിയ ഒന്ന് അച്ഛനോടോ അമ്മയോടോ ഒന്ന് പറഞ്ഞൂടെ മോളെ? ഞങ്ങൾ ഇത്ര നേരം നിന്നെ നോക്കിയിരിക്കല്ലേ. നീ വന്നവിടെ റൂമിൻ്റെ അകത്ത് കയറി ഇരിക്കുകയാണ് വേണ്ടത്. അച്ഛാ, ഞാൻ ബാഗ് വെച്ചിട്ട് ഒന്ന് പറയാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. മോക്ക് ഈ അച്ഛനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല അച്ഛാ. എന്താ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല മോളെ, എൻ്റെ ഒരു സുഹൃത്തില്ലേ നാരായണേ, അവൻ കുറച്ച് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, അവനും വീട്ടുകാരെ കൂടി ഏതോ സിനിമയ്ക്ക് പോയപ്പോൾ അവിടെ നിന്ന് നീയും ഒരു ചെക്കനും കൂടി ഇറങ്ങി വരുന്നു പറഞ്ഞിട്ട്. അല്ല, അവൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു തന്നെ. എൻ്റെ മോള് അങ്ങനെ ആരോട് സിനിമയ്ക്കൊന്നും പോകില്ല. അവൾ കൂട്ടുകാരുടെ കൂടെ പഠിക്കാൻ പോയതാണ്. പക്ഷെ അവൻ വീട്ടിൽ വന്നിട്ട് നിന്നെ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അവൻ പറയാതെ നീ തന്നെയാണെന്ന്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അച്ഛനൊന്നും വിശ്വസിക്കില്ലല്ലോ എൻ്റെ മോളെ പറ്റിയിട്ട്. അത് മോളോട് ചോദിക്കാതെ കണ്ടാ. മോൾ ആരുടെയും കൂടി സിനിമയ്ക്ക് പോയിരുന്നു. അച്ഛാ, ഞാൻ ശരിക്കും കമ്പയിൻസ് അടിക്കണം പോയതായിരുന്നു. അവിടെ രേഷ്മൻ്റെ വീട്ടിലെ എൻ്റെ കോളേജിൽ 2 ചെക്കന്മാരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പഠിച്ച് ബോറടിച്ചപ്പം രോഹിണിയാണ് പറഞ്ഞത് സിനിമയ്ക്ക് പോയാലോന്നേ. ഞാൻ കുറേ വേണ്ട പറഞ്ഞു, പക്ഷെ അവർ സമ്മതിച്ചില്ല. അങ്ങനെ പോയതാച്ചാ. അല്ല, മോളുടെ പ്രായത്തിൽ ഒരു സിനിമയ്ക്ക് പോയാൽ തെറ്റൊന്നുമില്ല. ഇത്ര വലുതായില്ലേ. അതല്ലാലോ, മോള് ഇവിടുന്ന് കൂട്ടുകാരിലൂടെ പഠിക്കാൻ പോകണമെന്നല്ലേ പോയത്. നിന്റെ അമ്മ ഇടയ്ക്ക് പറയാനുണ്ടായിരുന്നു, മനസ്സ് വേദനിക്കുന്നു, എൻ്റെ മോക്ക് എന്തോ അപകടം പറ്റുന്നു പറഞ്ഞിട്ട്. അപ്പം അച്ഛൻ അവളെ ചെയ്ത് കാണതാ. പിന്നെ മോളുടെ കൂട്ടുകാരൻ്റെ വീടെന്തോ ഒന്ന് നേരെയാക്കാനാണ് പറഞ്ഞിട്ട് പൈസയും മേടിച്ച്. അപ്പോൾ മോളെ എവിടെയെങ്കിലും പോകണം പറഞ്ഞാൽ അച്ഛൻ വിടാതിരിക്കും തോന്നണ്ട. പക്ഷേ അച്ഛനും അമ്മയോട് എന്തിനാ മോളിങ്ങനെ കള്ളത്തരം പറഞ്ഞിട്ട് പോയത്? എന്നെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോള് പഠിക്കല്ലേ, ഡിസ്റ്റർബ് ചെയ്യേണ്ട പറഞ്ഞിട്ട് വിളിക്കാണ്ട് പോയിരുന്നല്ലേ ഞങ്ങള്? അയ്യോ അച്ഛാ, ആ പൈസ കൊടുക്കാനുള്ളത് തന്നെയാ. ഞാൻ കള്ളത്തരം പറഞ്ഞൊന്നുമല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അവരൊക്കെ നിർബന്ധിച്ചോണ്ടാ. അപ്പം തന്നെ എനിക്ക് അച്ഛനെ വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മ സമ്മതിക്കലാന്നിട്ട് ഞാൻ വിളിക്കാതിരുന്നത്. അച്ഛാ, ഈ കാര്യം അമ്മൻ്റെ അടുത്ത് പറയല്ലേ, എന്നെ കൊന്നുകളയും. അച്ഛൻ അമ്മയോട് പറയൊന്നുമില്ല. അല്ല, മോളെ വിചാരം എന്താ? അമ്മനെക്കാളും കൂടുതൽ മോളുടെ അച്ഛനാണ് സ്നേഹം എന്നാ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. മോളുടെ 9 മാസം നൊന്ന് പ്രസവിച്ച അമ്മയല്ലേ. അപ്പം മോള് എന്തെങ്കിലും അതുപോലെ ഒന്നിലും ചെന്ന് ചാടാതിരിക്കാൻ ചീത്ത പറയുന്നുള്ളൂ.
എല്ലാ അമ്മമാരും അങ്ങനെയാണേ, പെൺമക്കളെ പേടിയായിരിക്കും. അതുകൊണ്ടാ. അവളൊരു പാവമല്ലേ, അവളിപ്പോൾ പഠിക്കാൻ പോയ സ്ഥലത്ത് നിന്ന് ഇതേപോലെ സിനിമയ്ക്ക് പോയി എന്ന് പറഞ്ഞാലേ പാവത്തിന് സഹിക്കാൻ പറ്റില്ല. മോളെ, അച്ഛനോട് കള്ളത്തരം പറഞ്ഞാലും നിന്റെ അമ്മയോട് ഒരിക്കലും കള്ളത്തരം പറയല്ല കേട്ടോ കുട്ടി. ഇനി ഒരിക്കലും ചെയ്യില്ല അച്ഛ. സോറി അച്ഛ. അയ്യോ, മോള് കരയൊന്നും വേണ്ട. പെട്ടെന്ന് അവൻ വിളിച്ച് അങ്ങനെ പറഞ്ഞപ്പോ അച്ഛൻ മോള് പഠിക്കാൻ പോയിട്ട് പെട്ടെന്ന് സിനിമ തിയേറ്ററിൽ ആ ദേഷ്യത്തിൽ പറഞ്ഞാ മോളെ. അല്ലെങ്കിലും മോളുടെ പ്രായത്തിൽ കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടാവും. എൻ്റെ പ്രായം കഴിഞ്ഞിട്ട് വന്നല്ലേ ഞങ്ങള്. അത് സാരമില്ല മോളെ കേട്ടോ. ഇനി മുതൽ അച്ഛനമ്മയോടും കള്ളത്തരം പറയാതിരുന്നാ മതി. പിന്നെ മോളിനി വാതിലടച്ച് പഠിക്കണ്ട കേട്ടോ. അമ്മ ശല്യം ചെയ്യുമ്പോൾ പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ അമ്മയോട് പറയാം. ഇനിയിപ്പോൾ വാതിലടച്ച് തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ മൊബൈൽ പുറത്ത് വെച്ച് പഠിച്ചോ. മോക്ക് വേണ്ടി അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട്. കുളിച്ചിട്ട് വന്നിട്ട് കഴിക്കാൻ നോക്ക്. ഏത് നാരായണ അവൻ മനുഷ്യരുടെ സമാധാനം കളയാനായിട്ട്. എടാ, ഇനി എൻ്റെ ഫോണിലേക്ക് വിളിക്കണ്ട കേട്ടോ. അച്ഛനെന്തോ ഒരു ഡൗട്ട് ഉണ്ട്. ഞാൻ ബാക്കിയെല്ലാം നാളെ വന്ന് പറയാം. ശരി, വിളിക്കല്ലേ. എടാ പീതാംബര, അച്ഛനൊന്നും ഇവിടെ ഇല്ല. പിന്നെ എവിടെ പോയടാ നിന്റെ അച്ഛൻ? എനിക്കെങ്ങനെ അറിയാനാ? നിങ്ങൾ എവിടെയെങ്കിലും പോയി നോക്കി. നല്ല കുടുംബം, നിന്നോടാണല്ലോ ഞാൻ ചോദിച്ചത്. ഞങ്ങളെ കുടുംബ മഹിമ നോക്കാൻ എന്താ? നിങ്ങളെ കാര്യം എന്താ വെച്ചാൽ പറയും. നിന്റെ അച്ഛൻ 20,000 രൂപ വാങ്ങിച്ചിട്ട് 6 മാസമായി, ഇനി കിട്ടിയിട്ടില്ല. അത് നിങ്ങൾ ഇവിടെ വന്ന് നിലവിളിച്ചിട്ട് എന്താ? പോയി അച്ഛനോട് ചോദിക്കേ. അതിന് നിന്റെ അച്ഛന് എപ്പോഴാണ് ബോധമുള്ളത്? എപ്പോഴും 4 കാലിലല്ലേ. അങ്ങനത്തെ ആൾക്ക് നിങ്ങൾ എന്തിനാ പൈസ കൊടുക്കാൻ പോയത്? അതിന് നിന്റെ അമ്മയും കൂടെ വന്നിട്ടാണോ ഞാൻ പൈസ കൊടുത്തത്? അമ്മയും കൂടി വന്നിട്ടോ? ഇതെന്തിനാ ഈറ്റിയാണ് നിങ്ങളോട് 20,000 മേടിച്ച്? എനിക്ക് മനസ്സിലാകാത്തത്. കഴിഞ്ഞ കാറ്റും മഴയ്ക്ക് നിന്റെ വീട് നിലംപൊത്തിയതല്ലേ, അതിന് വേണ്ടി കൊടുത്താടാ. പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടും പറഞ്ഞ് കുറേ അലഞ്ഞു. അത് കിട്ടാഞ്ഞപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു. ഓ, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായില്ലേ? അപ്പൊ നിങ്ങളോട് മേടിച്ചിട്ട് നേരെയാക്കിയത്? അത് എപ്പോൾ തരാന്ന് പറഞ്ഞത്? 3 മാസം കഴിഞ്ഞിട്ട് തരാ പറഞ്ഞതാണ്. ഇപ്പം മുതലും ഇല്ല, പലിശയും ഇല്ല. നിന്റെയും കൂടിയുള്ള വീടല്ലേ, നീതാ. നന്നായി. മൊബൈൽ റീചാർജ് ചെയ്യാൻ പോലും എൻ്റെ പൈസ ഇല്ല. ഞാനല്ലേ 20,000 തരുന്നു. നിന്നോട് ചോദിക്കാൻ വന്നാൽ എന്നോട് പറയണം. പൈസ എങ്ങനെ വാങ്ങണം എന്നുള്ളത് എനിക്കറിയാം. പൈസ ഇല്ലെങ്കിൽ ഒരു വിലയില്ല. ഈ കളവനടക്കം എന്നെ ചെയ്തതാണ് തോന്നുന്നു. ആളക്കേട്. എടാ കിഷോറേ, എടാ നിൻ്റെ അടുത്ത് എന്തെങ്കിലും പണിയുണ്ടോ? കുറച്ച് പൈസ ഉണ്ടാക്കണം. പെയിൻറ്റിൻ്റെ പണിയൊന്നും പറ്റില്ല. അതൊക്കെ 800,000 അല്ലേ. ഈ കുറേ പൈസ വേണ്ട. എടാ ഒരു വിലയില്ലടാ. നാട്ടിലും വീട്ടിലും കുടുംബക്കാരുടെ അടുത്തും ബന്ധുക്കാരുടെ അടുത്തും നാണം കെട്ട പോലെയുണ്ട്. മതിയായിരുന്നു ഒക്കെ ജീവിതം ജീവിച്ചിട്ട്. എടാ എന്തെങ്കിലും ഉടായ്പുണ്ടോ? അതൊക്കെ തന്നെയാണ് നിന്നോട് ചോദിച്ചത്. എന്ത് ചെറ്റത്തരമാണ് ഞാൻ ചെയ്യാം, പക്ഷെ എനിക്ക് പൈസ വേണം. കഞ്ചാവാ? കഞ്ചാവെങ്കിൽ കഞ്ചാവ് എവിടെ എത്തിക്കണം പറഞ്ഞാൽ? നാളെ തന്നെ വരാം. അല്ലാണ്ട് ഒരു 20,000 രൂപ തൽക്കാലം മറിക്കാനുണ്ടാവോ? വേണ്ട. കുഴപ്പമില്ലാന്ന്. നാളെ ഈ പണി ഒപ്പിച്ചേരണേ. എങ്ങനെയും പൈസ ഉണ്ടാക്കണം. എന്നിട്ട് ഇവൻ്റെ ഒക്കെ മുന്നിൽ നീ ആദ്യം ഇങ്ങോട്ട് വരാൻ ഭയങ്കര മടിയായിരുന്നല്ലോ. ഇപ്പം എന്നോട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഈ സ്ഥലത്ത് തന്നെ വരാന്ന്. എന്താ പറ്റി? നിന്റെ പേടിയൊക്കെ മാറിയോ? അല്ലെങ്കിൽ ആദ്യമൊക്കെ ഒരു ഇതുണ്ടാവും, പിന്നെ അതൊരു ശീലമാകടോ. അതൊന്നുമല്ല മനോ. അന്ന് തിയേറ്ററിൽ പോയപ്പോൾ നാരായണൻ ഉണ്ടായിരുന്നില്ലേ, അതുപോലെ കുറേ ആണുങ്ങൾ എല്ലാവിടെയും ഉണ്ടാവുന്നു പോകുമ്പോൾ. അപ്പം ഇവിടെയാണെങ്കിൽ പിന്നെ ആരും കാണില്ലല്ലോ, ഇതാണ് സേഫ്. അതങ്ങോട്ട് വരാൻ പറഞ്ഞ്. നിന്നോട് അന്നേ ഞാൻ പറഞ്ഞതല്ലേ തിയേറ്ററിൽ പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാന്ന്. അപ്പം നിനക്കായിരുന്നല്ലോ നിർബന്ധം.
അല്ലെങ്കിൽ പിന്നെ സിനിമയ്ക്ക് മുമ്പ് ഒരു ഷാളോ അല്ലെങ്കിൽ ഒരു മാസ്ക് ഇട്ടൂടെ? അങ്ങനെയല്ലേ സാധാരണ പെൺകുട്ടികൾക്ക് വരിക. നീ ഇതിപ്പോ ഒന്നും മറക്കാണ്ട് മുഖം കാണിച്ചു വന്നാൽ പിന്നെ അവർ കാണാണ്ടിരിക്കുവോ? അതിന് ആ ചങ്ങായി കാണുന്ന ആരെങ്കിലും വിചാരിച്ചാ? എല്ലാം എൻ്റെ ഓവർ കോൺഫിഡൻസാ. അവസാനം പെട്ടുപോയത് ഞാൻ തന്നെ. മനു, വീട്ടിൽ നല്ല ഡൗട്ട് ഉണ്ട് കേട്ടാ. മുമ്പെങ്കിലും നിന്നോട് പതുക്കെ സംസാരിക്കാൻ പറ്റിയായിരുന്നു. ഇപ്പം ആകെ സ്റ്റക്കായ പോലെയാ. പാർവതി, ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ആരെങ്കിലും മുഖേന നിന്റെ വീട്ടിൽ അറിഞ്ഞാലേ, അല്ല അങ്ങനെ അറിഞ്ഞാൽ ചിലപ്പോൾ നിന്റെ അച്ഛനമ്മ അടിക്കും, അല്ലെങ്കിൽ പിന്നെ കരഞ്ഞു കാണിക്കും. എല്ലാ അച്ഛനമ്മമാരും അങ്ങനെയാണ്. പെൺകുട്ടികളെ പറ്റിക്കാൻ വേണ്ടി കള്ള കണ്ണീരുമായിട്ട് വരും. പക്ഷെ അതിലൊന്നും നീ വീഴല്ലേ. കാരണം നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇനി അവരെന്തെങ്കിലും പറഞ്ഞു കൊണ്ട് നീ എന്നെ ഒഴിവാക്കിയ ഈ മനുവേട്ടൻ ഉറപ്പായിട്ടും മരിച്ചോളും. മനുവേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അച്ഛനമ്മ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ മനുവേട്ടനെ ഒഴിവാക്കില്ല. അത് ഞാൻ തരുന്ന വാക്കാ. എനിക്ക് ഏട്ടനില്ലാണ്ട് പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് എന്നെ പാറുവിനെ അറിഞ്ഞൂടെ? പിന്നെ മോളെ, എനിക്ക് എങ്ങനെയെങ്കിലും ഇത് വീട്ടിൽ പിടിച്ചു പോയാലേ നീ ഇതുപോലെ ഒന്നും പറയല്ലേ. എനിക്ക് കുഴപ്പമില്ല. ഇനി അച്ഛനമ്മയും പറഞ്ഞ പോലെ കേൾക്കാം. അയാളുടെ ഒരു ബന്ധുവില്ല പറയണേ. അക്കാലത്താൽ അവർ വിശ്വസിച്ചോളും. പിന്നെയും പിടിച്ച് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ന് മനോട്ടം പറഞ്ഞ പോലെ നമുക്ക് വേഗം രജിസ്റ്റർ മാരേജ് ചെയ്യാം. വീട്ടുകാരുടെ അടുത്ത് നമ്മുടെ ഈ ബന്ധത്തിനെ കുറിച്ച് പറഞ്ഞാൽ അവരെന്തായാലും കല്യാണം കഴിപ്പിച്ചിരുന്നു തോന്നില്ല. അച്ഛൻ പറയണതേ PG ഒക്കെ കിട്ടിയൊരു ജോലിയൊക്കെ ആയിട്ട് മതി എന്നാ. എന്തായാലും ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടും പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഇപ്പോഴെങ്കിലും നിനക്ക് ബോധം വെച്ചല്ലോ. അല്ലെങ്കിൽ ഈ കല്യാണമൊക്കെ നേരത്തെ കഴിക്കണ്ടേ? ഈ 10-28 വയസ്സായിട്ട് ജോലിയൊക്കെ കിട്ടി എന്തിനു കല്യാണം കഴിക്കാം വയസ്സായിട്ട്? അതൊക്കെ ഈ വീട്ടുകാരൻ്റെ. എടാ, അവർ അറേഞ്ച്ഡ് മാരേജ് എന്നൊക്കെ പറയും. അതിലൊന്നും തലവെച്ച് കൊടുക്കല്ലേ. അതോടെ ജീവിതം കഴിഞ്ഞു. ഈ സ്നേഹിക്കുന്നവർ തമ്മിൽ ഒന്നിച്ചാണ്ടല്ലോ, അത് വേറൊരു സുഖമാണ്. എടാ, ഇനി എങ്ങനെ നീങ്ങണമെന്നേ മനോട്ടം പറഞ്ഞുതരാം. അതിനനുസരിച്ച് പോയാൽ മതി. എന്തായാലും ഞാൻ മനോട്ടം പറഞ്ഞ പോലെ കേൾക്കുള്ളൂ. എനിക്ക് ഏട്ടൻ അത്ര വിശ്വാസമാണ്. ഉണ്ടല്ലോ പാർവതി. എടോ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ മനോട്ടാ? പാർവതി, നമ്മുടെ അടുത്ത് ഒരു കാലിത്തീറ്റിൻ്റെ കമ്പനി ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പോൾ അവിടെ താൽക്കാലികമായിട്ട് ആളെ എടുക്കുന്നുണ്ട്. ഒരു 5 വർഷം അവിടെ ജോലി ചെയ്താൽ പിന്നെ സ്ഥിരമാവേ. അപ്പോൾ രാഷ്ട്രീയക്കാർ മുഖേന അവിടെ ആളെ കയറ്റുന്നത്. അപ്പം നമ്മുടെ നാട്ടിലൊരു മനോജേട്ടൻ ഉണ്ട്. മുപ്പര് പറയുന്നത് ഒരു 20,000 രൂപ മുപ്പരെ കൊടുത്താൽ എങ്ങനെയെങ്കിലും ഇന്നെ അവിടെ കയറ്റി തരാൻ പറഞ്ഞു. കിട്ടി അടിപൊളി. ഇപ്പോൾ അത്യാവശ്യം സാലറി ഉണ്ട്. പിന്നെ ഒരു 4-5 വർഷം ഇങ്ങനെ ഗവൺമെൻറ് ജോലി ആയില്ലേ. നല്ല കാര്യമല്ലേ ഏട്ടാ? ആ ജോലി കിട്ടുകയാണെങ്കിൽ പിന്നെ എന്നെ ധൈര്യമായിട്ട് വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാമല്ലോ. എന്തായാലും വൈകണ്ട. ആ പൈസ കൊടുത്തിട്ട് വേഗം കയറാൻ നോക്ക്. അതാണ് ഞാനും വിചാരിക്കുന്നത്. ജോലി കിട്ടിയപ്പോൾ ധൈര്യമായിട്ട് നിൻ്റെ വീട്ടിലേക്ക് വന്ന് ചോദിക്കാമല്ലോ. പക്ഷേ 20,000 രൂപ പെട്ടെന്ന് തിരിക്കാൻ എൻ്റെ അടുത്ത് ഇല്ലടാ. എനിക്കിപ്പോൾ ആ സ്റ്റക്കാണ്. എനിക്കാണെങ്കിൽ വേറൊരാളോട് കടം ചോദിക്കുക പറഞ്ഞാൽ മടിയാ. അല്ല, ചോദിച്ചാലൊക്കെ തരും. പക്ഷേ വേണ്ട, അതങ്ങ് വിടാ. കളിക്കല്ലേ മനോട്ടാ? ഈ 20,000 രൂപയ്ക്ക് വേണ്ടി ജോലി കളയാനാ? എൻ്റെ ആണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും തരുമായിരുന്നു. ഇതിപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇത്ര വലിയ പൈസ ഒന്നും എനിക്ക് ചോദിക്കാനും പറ്റില്ലല്ലോ. പാർവതി, ഇപ്പോൾ എൻ്റെ അച്ഛനോട് ചോദിക്കൊന്നും വേണ്ട. നിൻ്റെ കയ്യിലിപ്പോൾ 2 മോതിരമില്ലേ? അതിൽ ഏതെങ്കിലും ഒന്ന് അയച്ചു തന്നാൽ മതി. ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ നല്ല വിലയല്ലേ. പണയം വെച്ച് 20,000 കൊടുക്കാമല്ലോ. അല്ല, നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ. അത് മനോട്ടാ, ഇതേ അച്ഛൻ ആദ്യമായിട്ട് കുറി കിട്ടിയപ്പോൾ വാങ്ങി തന്നതാ. ഇതിപ്പം 4 പവനോളം ഉണ്ട്. വിറ്റാൽ എന്തായാലും പൈസയും കിട്ടും. പക്ഷെ വീട്ടിലെന്താ ഞാൻ പറയാ? ഒരു ചെറിയ മോതിരല്ലേ, അതൊന്നും ശ്രദ്ധിക്കില്ലല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ കളഞ്ഞു പോയി എന്തെങ്കിലും പറ. അതെന്തെങ്കിലും ഞാൻ പറഞ്ഞോളാം. ഇനിയിപ്പോൾ പിടിച്ചാൽ തന്നെ ഒന്ന് കരഞ്ഞു പറഞ്ഞാൽ മതി. അച്ഛൻ ഒന്നും പറയില്ല. എന്താ എന്തായാലും ഏട്ടൻ കൊണ്ടുവയ്ക്കോ. വേണ്ട, ഇവിടെ നോരണ്ട. നമുക്കേ നമ്മൾ അന്നിരുന്ന ആ കൈതക്കാട്ടിലേക്ക് പോവാം. അടുത്ത സംസാരിച്ചിട്ട് പതുക്കെ ഒരു തന്നാൽ മതി. വേഗം നടന്നോ, നല്ല മഴയും വരുന്നുണ്ട്.
വീട്ടുകാര് കരഞ്ഞു കാണിച്ചാ ചിലപ്പോ അവള് കാല് മാറും. അതിന് മുന്നേ എന്തെങ്കിലും ഒപ്പിക്കണം. മോളെ എന്നാ അവിടെ നിൽക്ക്. എന്താച്ചാ? ഇത്ര നേരം നീ എവിടെയായിരുന്നു? കോളേജില്. എന്താച്ചാ? എന്താന്നോ നിനക്കറിയില്ല? നീ ഇന്ന് കോളേജിലേക്കാണോ പോയത്? ആച്ചാ നിർത്തടേ, മതി നിന്റെ കള്ളത്തരം. ഇത്രയും കാലം നീ ഞങ്ങൾ പറ്റിക്കായിരുന്നു അല്ലേ? കോളേജിൽ പോകാൻ വേണ്ടി ആരുടെ കൂടെയാണ് നീ പോയത്? അമ്മ അച്ഛാ ഞാൻ മോളെ ഇത്രയും കാലമായിട്ട് അച്ഛൻ നിന്നെ നല്ല വിശ്വാസമായിരുന്നു. നിന്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും അവിടെ വാതിലടച്ചിട്ട് പഠിക്കുന്നത് എന്തോ ഫോണിൽ കളിക്കുന്നുണ്ട്, ഒന്ന് നോക്കിയും. അപ്പൊ ഞാൻ നിന്റെ അമ്മനെ ചെയ്ത് അറിയാം എൻ്റെ മോൾ അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഭയങ്കര വിശ്വാസമാണ് പറഞ്ഞിട്ട്. അതല്ലേ നീ തെറ്റിച്ചത്. ഇന്നലെ നീ പറഞ്ഞൊന്നും എനിക്ക് വിശ്വാസമായിട്ടില്ല. അതുകൊണ്ടാണ് നീ കോളേജിൽ പോയി നോക്കിയത്. നീ ക്ലാസ്സിലേക്ക് കയറിയിട്ടില്ല, കോളേജിലും പോയിട്ടില്ല. എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്? നീ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആരെ ബൈക്കിലാണ് കയറിയിട്ട് പോയത്? പറയാന്ന്. അതച്ചാ മനുവാ, എനിക്കവനെ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് അവൾ പറയാൻ നിങ്ങൾ കേട്ടില്ലേ? എന്താടി മോളെ, ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിന്നെ ഇത്രയും സ്നേഹിച്ച് വളർത്തുന്നത്. നിനക്ക് എങ്ങനെയാണ് ഇതിനൊക്കെ ചെയ്യാൻ തോന്നുന്നത്? ആ പാവ അച്ഛന് കാലിന് വയ്യാത്തതാ, എന്നിട്ട് പണിക്ക് പോണതേ നിന്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് ചെയ്യാൻ വേണ്ടിട്ടാ. അതെന്താണ് നീ മനസ്സിലാക്കാത്തത്? അമ്മ മനോട്ട് നല്ലതാ. കുറെ തവണ എന്റെ പുറകെ നടന്നപ്പോ ഞാൻ ഓക്കെ പറഞ്ഞേ ഉള്ളൂ. മോളെ നിന്റെ പ്രായത്തിൽ ഇതൊക്കെ തോന്നും. അതൊക്കെ പിന്നെ എങ്ങനെയാ മോളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക? നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമുക്കാവില്ലേ? നമ്മളുടെ ചുറ്റുമുള്ളവരെയൊന്ന് നോക്ക്. ഇതുപോലെ പഠിക്കേണ്ട സമയത്ത് പഠിപ്പും വേണ്ട പറഞ്ഞ് വീട്ടുകാരെയും പറ്റിച്ച് പ്രേമിച്ച് നടന്ന് ഒരു ചെക്കൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ ഏതെങ്കിലും ഒരു പെൺകുട്ടി നന്നായി ചരിത്രം മോള് കേട്ടിട്ടുണ്ടോ? അനുഭവിക്കല്ലേ അവരൊക്കെ? അതൊന്ന് ചിന്തിച്ചാ പോരെ മോളെ? മോളിത് പഠിക്കേണ്ട പ്രായമാണ്. വേറെല്ലാം മാറ്റി വെച്ച് നന്നായി പഠിക്കി, നല്ല ജോലി മേടിക്കി. എന്നാ മോള് ജീവിതത്തിൽ ഒരിക്കലും നോക്കില്ല മോളെ. ഈ 20 വയസ്സാകുമ്പോഴത്തേക്കും എനിക്ക് കല്യാണം വേണമെന്നാ? കല്യാണം പറഞ്ഞാൽ നീക്ക് എന്താ ഉദ്ദേശിക്കണത്? നിങ്ങൾ വിചാരിക്കണ പോലെ അത്ര സന്തോഷമുള്ള പരിപാടിയൊന്നുമല്ല. ഒരു പെൺകുട്ടിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം പറയണതേ കല്യാണത്തിന് മുമ്പ് അവളുടെ അച്ഛൻ്റെയും അമ്മൻ്റെയും കൂടി ഇരിക്കണതാ. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ നിന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊന്നും നീ വിചാരിക്കണ പോലെ ആയിരിക്കില്ല. എല്ലാത്തിനും ഒരു കൺട്രോൾ വരും. അമ്മായിയമ്മൻ്റെയും അമ്മായച്ഛൻ്റെയും ഭർത്താവും അവര് പറയണ പോലെ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ചിലപ്പോ നിനക്ക് നിന്റെ സ്വന്തം വീട്ടിലേക്ക് വരാൻ പോലും പറ്റിയെന്ന് വരില്ല. അതിനൊക്കെ അവന്റെ പെർമിഷൻ ചോദിക്കണം. സോറി അമ്മ, പറ്റിപ്പോയതാ. മോളിനെ പോലുള്ള പെൺകുട്ടികൾ ആദ്യം ചെയ്യേണ്ടതേ നന്നായി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി ഒരൊറ്റ ആളിനെ ആശ്രയിക്കാണ്ട് സ്വന്തം കല്ലിൽ നിൽക്കുക വേണ്ടത്. എടാ, ഒരു ജോലി ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. അല്ലാണ്ട് 1 രൂപയ്ക്ക് പോലും ഭർത്താവിൻ്റെ മുന്നിൽ കൈ നീട്ടാന്ന് പറഞ്ഞാലേ അതൊക്കെ അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം കുഴിച്ചു മൂടേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ മോളിപ്പോൾ നന്നായി പഠിക്ക്, അത് മാത്രം ലക്ഷ്യം വെക്കടാ. മോളെ കരയല്ലേ മോളെ? സ്വന്തം മക്കൾ കരയുമ്പോൾ അച്ഛനമ്മേൻ്റെ നെഞ്ചാ പൊട്ടുക. എടാ, നിങ്ങളെപ്പോഴത്തെ മക്കളൊന്നും ഒരാപത്തിൽ ചെന്ന് ചാടാതിരിക്കാനാ ഈ അച്ഛനമ്മയും പുറകെ നടന്ന് ഇങ്ങനെ ഉപദേശിക്കുന്നത്. അല്ലാതെ ശല്യം ചെയ്യില്ല മോളെ. പറഞ്ഞല്ലോ, ഈ പ്രായത്തിൽ തെറ്റ് പറ്റാം, പക്ഷെ അത് തെറ്റ് തിരുത്താൻ കാണിക്കുന്നൊരു മനസ്സാണ് വേണ്ടേ മോളെ. അമ്മ പറഞ്ഞ പോലെ നല്ലൊരു ജോലി വാങ്ങിക്കും മോളെ,
എന്നിട്ട് 10-24 വയസ്സായിട്ട് മോള് കാണിച്ചതാ. എന്നിട്ട് അച്ഛനോട് അമ്മയോട് പറ ഇന്നാളെ എനിക്ക് ഇഷ്ടമാണെന്ന്. അപ്പൊ അച്ഛൻ ധൈര്യത്തായിട്ട് നടത്തരും. കാരണം അന്നേരം മോൾക്ക് അറിയാം എങ്ങനത്തെ ആളെ സെലക്ട് ചെയ്യേണ്ടത്. അവനാണോ വിളിക്കുന്നത് മോളെ? ഫോൺ വാങ്ങി എന്നിട്ട് അവനെ നല്ല ചീത്ത പറയും. അവനെ മാത്രം ചീത്ത പറഞ്ഞിട്ട് എന്താ? അവൻ മാത്രമല്ലല്ലോ തെറ്റുകാരി, നമ്മുടെ മോളും അല്ലേ. എടുത്ത് ചാടിയിട്ട് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഓരോരുത്തർ എങ്ങനെയാണ് പ്രതികരിക്കാന്ന് അറിയില്ല. മോളാ ഫോൺ എടുത്തിട്ട് നിനക്കൊരു തെറ്റ് പറ്റിയതാണ്, ഇനി ആവർത്തിക്കില്ല, ഞാൻ പഠിക്കട്ടെ, ഇനി വിളിക്കണ്ടെന്ന് മോള് പറ. എന്താ പാറു, എത്ര നേരം ഞാൻ വിളിക്കുന്നത്? എടാ നീ വീടെത്തിയെന്ന് എനിക്ക് അറിയണ്ടേ? എന്താ എടുക്കാത്തെ? അച്ഛനമ്മ എടുത്തുണ്ടോ? പാറു 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 നീ കരയണാ? പാറു എന്താ? ഇനി മേലെ എൻ്റെ ഫോണിലേക്ക് വിളിക്കരുത്. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും വലുത്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. വെക്കലേ ദൈവമേ. അച്ഛ, ഇനി അതൊന്നും ആവർത്തിക്കില്ല. എനിക്ക് അപ്പോഴേ അറിയാതെ ഇങ്ങനെയാ സംഭവിക്കാന്ന്. ആ പെണ്ണും കൂടി വിട്ടുപോയി ഞാൻ. അയ്യോ, ഇനി ഈ കാര്യം പറഞ്ഞ് മോളെ ചീത്ത പറയാൻ നിൽക്കണ്ട കേട്ടോ. എന്നാലും പെട്ടെന്നൊന്നും ഒരാളെ മറക്കാൻ പറ്റില്ല. അവരുടെ പ്രായം അതല്ലേ, ശ്രദ്ധിച്ചാൽ മതി. എന്താ പാറു ഇത്? എന്നാലും നീ വിളിച്ച് അങ്ങനെ പറയുന്നു, അതിനുശേഷം നിന്റെ അച്ഛൻ വിളിച്ച് ചീത്ത പറയുന്നു. എടാ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നിന്റെ വീട്ടുകാരൊന്ന് കരഞ്ഞു കാണിക്കുമ്പോഴേക്കും ഈ മനോട്ടം വേണ്ടാതായില്ലേ? എടാ നീ ഇന്നലെ അങ്ങനെ പറഞ്ഞ ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല പാറു. എത്ര നേരമായെന്നറിയോ നിന്നെ നോക്കി ഇവിടെ ഇരിക്കുന്നത്? ഇന്നലെ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ? ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട്. പാറു ഒരു കാര്യം പറയാട്ടോ, നീ ഇല്ലേ നീ പിന്നെ മനോട്ടിന് ഇന്നത്തോടെ ലാസ്റ്റ് ടൈം ആണ്. ഉറപ്പായിട്ടും ഞാൻ മരിച്ചു കളയും. അങ്ങനെ പറയല്ലേ മനോട്ട. എനിക്ക് മനോട്ടം പറഞ്ഞ അത്രയും ജീവനാ. എന്നാലും അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാനെൻ്റെ അത്രയും മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. പക്ഷെ അച്ഛനും അമ്മയും അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഞാനെന്ത് ചെയ്യാനാ? പാറു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, അച്ഛനമ്മയും പിടിച്ച് അങ്ങനെ പറയുള്ളൂ. അത് നിന്റെ മാത്രമല്ല, എല്ലാ അച്ഛനമ്മയും അങ്ങനെയാടാ. എങ്കിലും അവർ ഈ പ്രായം കഴിഞ്ഞിട്ട് വന്നല്ലേ, അവരെന്താ പ്രേമിക്കാത്ത? എടാ അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ല. അവരുടെ പ്രായം അതാണ്. ഈ പ്രേമിക്കുന്നത് തെറ്റാ? എൻ്റെ പാറു നീ ആരെയാ പേടിക്കുന്നത്? എനിക്കും പ്രായപൂർത്തി കഴിഞ്ഞല്ലേ. പാറു നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ലടാ. അതുകൊണ്ടല്ലേ ഞാൻ പെട്ടെന്ന് അച്ഛനും അമ്മയും പിടിച്ചപ്പോഴേ അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും അവർ ഫോൺ ചെക്ക് ചെയ്യുന്നറിയാം. പിന്നെ ഞാൻ സ്വിച്ച് ഓഫ് ആക്കി അവിടെ വെച്ചതാ. അല്ലാണ്ട് മനോട്ടിനെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തല്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം മനോട്ടാ. ഇനി നമുക്ക് ഇങ്ങനെ കണ്ടാൽ മതി, അതാ കുറച്ച് സേഫ്. ഇപ്പോഴാ പാറു എനിക്ക് മനസ്സമാധാനമായത്. ഫോൺ ചെയ്തില്ലേലും കുഴപ്പമില്ല, നമുക്ക് എപ്പോഴും ഇങ്ങനെ കാണാമല്ലോ. ഞാൻ പോയിട്ട് ബൈക്ക് എടുത്ത് തരട്ടെ? വേണ്ട മനോട്ടാ, അച്ഛനെങ്ങാനും കോളേജിലേക്ക് വന്നിട്ടുണ്ടെങ്കിലേ എന്നെ കണ്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ഇന്നലെ തന്നെ കണ്ടില്ലേ. അതുകൊണ്ട് കുറച്ച് ദിവസം നമുക്ക് ഇങ്ങനെ പോവാം. പാറു ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ നിൻ്റെ എക്സാം അല്ലേ? അത് കഴിഞ്ഞ് നീ ഫുൾ ടൈം വീട്ടിൽ തന്നെ ആയിക്കല്ലോടോ. അപ്പോൾ പിന്നെ എനിക്ക് എന്നെ കാണാനോ സംസാരിക്കൊന്നും പാറു എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ലടാ. മോളെ എടാ നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്താലോ? മനോട്ടിന് എന്തൊക്കെയാ പറയണ? അതൊന്നും വേണ്ട, എനിക്ക് പേടിയാ. ഓ അപ്പോൾ ഈ മനുവാട്ടം നിനക്ക് ഇഷ്ടമല്ല അല്ലേ? ഇത്രേ ഉള്ളൂ അല്ലേ പാറു? പാറു ഈ ലോകത്ത് ഞാൻ നിന്നെ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ. നീ എന്ത് വേണം ചെയ്തോ, കുറച്ചു നേരം ഞാൻ അവിടെ ഉണ്ടാവും.
ശോഭ. മനുവേട്ടാ, എനിക്കെന്തോ തെറ്റെന്ന വലിയൊരു തോന്നല്. എന്റെ പാറു, നീ ഇങ്ങനെ അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കല്ലേ. എടാ, ഇപ്പോഴത്തെ പിള്ളേരെ പ്രേമിച്ച് 1 മാസം കഴിയുമ്പോഴേക്കും രജിസ്റ്റർ ചെയ്യുക. നമ്മളെന്നാലും 6 മാസമായില്ലേ. അവിടെ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇത് വീട്ടുകാർ തമ്മിൽ പിന്നെ പ്രശ്നമായാലേ അതിന് വേണ്ടിയിട്ടാടാ. എന്തായാലും എൻ്റെ ഇപ്പോൾ പിള്ളേർ വരാറുണ്ട്. അവർ വന്നതിന് ശേഷമേ നമുക്ക് മാങ്ങായിട്ട് രജിസ്റ്റർ ചെയ്യാം. അതാകുമ്പോൾ ഇത്ര ദൂരം ഉണ്ടല്ലോ, അവർ സാക്ഷ്യപ്പെടും. ഈ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായാലും നോട്ടീസ് ബോർഡിലില്ലേ? അപ്പം വീട്ടുകാർ കണ്ടാലോ? എടോ, അങ്ങനെയൊന്നും അറിയില്ല. അതിനല്ലേ നമ്മൾ ഇത്രയും ദൂരെ പോയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് പെണ്ണിൻ്റെയും ചെക്കൻ്റെയും പഞ്ചായത്തിലും ഒട്ടിക്കുന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, എന്നാൽ അതൊന്നും പോയി നോക്കില്ലല്ലോ. എന്തായാലും കുറച്ച് ദിവസമല്ലേ നോട്ടീസ് ബോർഡിലിടുള്ളൂ. അവിടെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു അമ്പലത്തിൽ പോയിട്ട് താലി കേട്ടാ, എന്നിട്ട് നിൻ്റെ വീട്ടിലറിയിക്കാം. കയറ്റിയാണെങ്കിൽ കയറ്റിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ നീ എൻ്റെ വീട്ടിലേക്ക് വാ. മനുവേട്ടാ, എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. പാറു, ഇത് പേടിക്കൊന്നും വേണ്ടടോ. ഇതിപ്പോൾ എല്ലാവരും നടക്കുന്നതല്ലേ. തന്നെ പേടി മാറ്റാനല്ലേ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന്. എടോ, ഒന്ന് ധൈര്യമായിട്ടിരിക്കേ. അച്ഛനെങ്ങാനും കോളേജിൽ അന്വേഷിച്ച് വന്നാലോ? ഈ മഴ നോക്കണ്ട, ഉച്ചയ്ക്ക് ശേഷമെങ്കിലും ക്ലാസ്സിൽ കയറട്ടെ. എന്നെ ഒന്ന് ക്ലാസ്സിലാക്കി തരുമോ? നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും രജിസ്റ്റർ ചെയ്താൽ പോരെ? എടാ, ഈ മഴയത്ത് ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ പോവാന്ന് പറയുമ്പോഴേക്കും അപ്പോഴേക്കും സമയമാവടാ. പാറു, ഞാനില്ലേ നിൻ്റെ കൂടെ. എന്തായാലും ഒരു അരമണിക്കൂറിനുള്ളിൽ എൻ്റെ പിള്ളേരെത്തും. അതുവരെ നമുക്ക് നമ്മളെപ്പോഴും ഇരിക്കുന്ന അവിടെ പോയി ഇരിക്കുക. എടാ, നീ ഓക്കെ ആവും. വാ എടി. അച്ഛാ, എന്താടി മോളെ, എന്താടി ചെയ്യുന്നത്? എന്നാലും നീ എന്തൊക്കെയാ പറഞ്ഞു മോളെ? അച്ഛൻ്റെയും അമ്മൻ്റെയും വാക്കിന് കുറച്ചെങ്കിലും വേദന തന്നാണെങ്കിൽ നീ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുമോ? നിന്നോട് പറഞ്ഞതല്ലടാ, എൻ്റെ മോളെ ബാക്കിൽ നടക്കണ്ടെന്ന്. അച്ഛൻ എന്ത് പണിയാ കാണിച്ചത്? എന്തിനാ മനോട്ടിനെ അടിക്കാൻ പോയത്? അല്ലെങ്കിൽ എന്നെ അടിച്ചൂടെ? മനോട്ടിനെ അടിക്കാനുള്ള എന്ത് റൈറ്റ്സ് അച്ഛനുള്ളത്? നിർത്തടി. അവൻ്റെ മനോട്ടൻ ആരാടി ഇത്? നീ ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവനെ കുറച്ച് അന്വേഷിച്ചതാ. അവൻ്റെ ജോലി എന്താണെന്ന് അറിയാം നിനക്ക്? അറിയോടി? അവനെ കയറി കിടക്കാൻ മര്യാദയ്ക്കൊരു വീടുണ്ടാ. നിനക്ക് എന്തിൻ്റെ കുറവാടി? നീ രാജകുമാരനെ പോലെയല്ലേ? അത് വിട്ടിട്ട് ഇവൻ്റെ ഒക്കെ കൂടെ. അച്ഛൻ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എന്റെ മനോഹറിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ, ആദ്യം മനോഹറിനെ അടിച്ച അച്ഛൻ സോറി ചോദിക്കേ. എന്ത്? മോളെ, നീ വീട്ടിലേക്ക് വാ. ഇല്ല അച്ഛാ, മനോഹറിന്റെ സോറി ചോദിക്കാണ്ട് ഞാൻ എന്തായാലും ഇവിടുന്ന് വരില്ല. വേണ്ട പാറു, നിന്റെ അച്ഛനല്ലേ അടിച്ചത്, സാരമില്ല. നീ ഏതായാലും അച്ഛനോട് പൊക്കോ. ഇല്ല, എന്റെ മനോഹറിനെ അടിച്ചിട്ട് ഞാൻ എന്തായാലും ഇവിടുന്ന് പോവില്ല. അച്ഛാ, ഒന്ന് സോറി ചോദിക്കേ. മോള് വീട്ടിലേക്ക് വാ. ഇല്ല അച്ഛാ, ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് വന്നാൽ അവിടെ എന്താ സംഭവിക്കാൻ പോണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛൻ എന്തായാലും എന്നെ മനുവേട്ടനെ കാണാൻ വിടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അച്ഛൻ വയ്ക്കോ, ഞാൻ വരുന്നില്ല. വരില്ലാന്നോ? പിന്നെ നീ എങ്ങോട്ട് പോവും? മര്യാദയ്ക്ക് പാടി. അതെ, അച്ഛനും മോളൊക്കെ അങ്ങ് വീട്ടിൽ മതി. അവളെ ബലമായിട്ടൊന്നും പിടിച്ചുകൊണ്ട് പോകാൻ സമ്മതിക്കില്ല. അവൾക്ക് പ്രായപൂർത്തിയായല്ലേ, സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ അവൾക്കറിയാം. നിങ്ങൾ അവളുടെ അച്ഛനായതുകൊണ്ട് മാത്രം അടിച്ച് ഞാൻ ക്ഷമിച്ചത്. അവളിപ്പോൾ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകും. കൊണ്ടുപോടാ, നീ എൻ്റെ മോളെ കൊണ്ടുപോടാ. മോളെ വാ മോളെ, അവിടെ നിന്റെ അമ്മ കാത്തു നിൽക്കുക. വാ. അച്ഛൻ എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇനി എന്തായാലും ഞാൻ അങ്ങോട്ട് വരില്ല. ഞാൻ എൻ്റെ മനോഹറിൻ്റെ കൂടെ പോവുക.
മോളെ അച്ഛൻ നിന്റെ കാല് പിടിച്ച് ചോദിക്കാം, വീട്ടിലേക്ക് വാ മോളെ. ദേ, നിങ്ങളുടെ കള്ളക്കണ്ണീരൊന്നും ഇവിടെ നടക്കില്ല കേട്ടോ. അവള് ബുദ്ധിയില്ലാത്ത കുട്ടിയൊന്നുമല്ല. ഞങ്ങൾ കുറെ കാലമായിട്ട് പ്രേമത്തിലാ. പാറു, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല കേട്ടോ. നിന്റെ അച്ഛൻ പലതും പറഞ്ഞ് മയക്കാൻ നോക്കും. ഞങ്ങളുടെ പിള്ളേർ അവിടെയുണ്ട്. നീ വരികയാണി വാ മോളെ. വാ മോളെ. അച്ഛോ, ഒന്ന് പോയി തരോ? വെറുതെ ഞങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കാൻ നിൽക്കുന്നത്. അമ്മ അവിടെ കാത്തുക്ക. വാ. അച്ഛനും പോയി തരോ? മനോട്ടാ, ഞാനുണ്ട്. മോളെ എടി ആറു മോളെ. മോളെ മനു, ഇതാണോ നിന്റെ വീട്? ആ പാറോ, ഇതാണ് വീട്. നീ വാ. അന്ന് നീ വീഡിയോ കോൾ ചെയ്തപ്പോ വേറൊരു വീട്ടിൽ നിന്നല്ലേ ചെയ്തത്? അതാണ് വീട് പറഞ്ഞിട്ട് വലിയൊരു വീടാണല്ലോ കാണിച്ചു തന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എടാ, ഞാനേ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാറുണ്ട്. ചിലപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യുമ്പോൾ നീ കണ്ടതായിരിക്കും. പക്ഷെ അതെൻ്റെ വീടാണെന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇതാണ് എൻ്റെ വീട്. മനുവിന് എന്തോ ബിസിനസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അച്ഛനും അമ്മയോട് ജോലിക്ക് പോകണ്ടെന്നും പറഞ്ഞു. എന്നിട്ടും ഇതാണോ വീട്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പാറു, എടോ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് നിന്നെ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെറിയ എന്തൊക്കെയോ കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിന്നെ ചതിക്കാനോ ഒന്നിനും വേണ്ടിയല്ല. എനിക്ക് നീ വേണ്ടിയിട്ടാണ് പാറു. നീ എന്താ ഇപ്പം ഇങ്ങനെ വീടും ഇതൊക്കെ നോക്കുന്നത്? എടോ, ഞാൻ സ്നേഹിച്ചത് നിന്നെയാണ്. നിന്റെ വീടും പൈസയും ഒന്നുമല്ല. അപ്പം നീ എന്നെയല്ലേ സ്നേഹിച്ചത്? എൻ്റെ വീടും സ്വത്തൊക്കെയാണോ? അല്ല, ഇത് നിനക്ക് പറ്റില്ല. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എന്നാലും നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ കുറച്ച് പൈസയൊക്കെ വേണ്ടേ? ഇവിടെയാണോ നമ്മൾ ഇനി കഴിയേണ്ടത്? പാറു, ഇപ്പം നീ ഇങ്ങോട്ട് വന്നില്ലേ? എടാ, ഇനി നമുക്ക് രണ്ടാൾക്കും കൂടി നല്ല അടിപൊളി ഒരു വീടുണ്ടാക്കാം, വലുത്. അവിടെ നീയും ഞാനും നമ്മുടെ കുഞ്ഞുങ്ങളും മാത്രം. സ്ഥലം വാങ്ങിക്കാനും അവിടെ വീട് കെട്ടാനൊക്കെ വലിയൊരു പൈസ വേണ്ടേ? അതൊക്കെ മനുവിൻ്റെ അടുത്ത് ഉണ്ടോ? എടാ, മനുവേട്ടൻ കുറേ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീയും കൂടി വന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്തിട്ടൊരു വീട് കെട്ടാൻ വേണ്ട. അല്ല, അത് വീട് എന്തായാലും നിൻ്റെ അച്ഛനെ ഇപ്പം എന്തായാലും പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കും. അത് പിന്നെ വലിയ പ്രശ്നവും. നമുക്കൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് തന്നെ ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ടൊന്ന് താലി കെട്ടിയാലോ? അല്ല, ഇപ്പോൾ എന്തായാലും പോലീസ് വരും. ഇൻകേസ് പോലീസ് വന്ന് ചോദിച്ചാലേ ഞാൻ പിടിച്ചു കൊണ്ടുവന്നൊന്നും പറയല്ലേ. നീ നിൻ്റെ ഇഷ്ടപ്രകാരം വന്നെന്ന് പറഞ്ഞാൽ നിനക്കൊരിക്കും പ്രായപൂർത്തിയായല്ലോ. അങ്ങനെ പറഞ്ഞ ഒന്നും പ്രശ്നമില്ല. പക്ഷെ പോലീസ് ചോദിക്കുമ്പോൾ നീ വേറെ മാറ്റി പറഞ്ഞാണ്ടല്ലോ, പിന്നെ ജീവിതകാലം മുഴുവൻ മനോട്ടൻ ജയിലിലായിരിക്കേ. ഇല്ല, മനോട്ടൻ പേടിക്കൊന്നും വേണ്ട. ഞാൻ അങ്ങനെ മാറ്റി പറയൊന്നുമില്ല. അല്ല, എന്തായാലും പോലീസ് കേസൊക്കെ ഉണ്ടാവും. അപ്പം നീ മനോട്ടൻ്റെ കൂടെ തന്നെ വരണമെന്ന് പറയണേ. ചിലപ്പോൾ ഈ കാലി പിടിച്ചൊക്കെ പറയും. അതൊന്നും നോക്കണ്ട, അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാ. ആ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് നമുക്ക് വലിയൊരു ട്രിപ്പ് പോകണം ബൈക്കിൽ, അതും കാശ്മീരിലേക്ക്. കാശ്മീരിലേക്കോ? ഏട്ടൻ്റെ ഈ ബൈക്കിലോ? അത് ഓൾറെഡി കംപ്ലൈൻ്റ് അല്ലേ? അല്ല, അത് മാറ്റും. അത് പോയി, അത് മാറ്റിയിട്ടേ നമുക്ക് അടിപൊളി ഒരു ബുള്ളറ്റ് എടുക്കാം, എന്നിട്ട് ഫുള്ള് കറക്കാം. എന്നാ വാ, ഇവിടെ തന്നെ നിൽക്കണ്ട, അത് തര്. അല്ല, അപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ഇല്ലേ? അമ്മയും അച്ഛനും കുടുംബത്തിലൊരു കല്യാണം ഉണ്ട്, കുറച്ച് ദൂരെയാ.
ഇപ്പൊ രാവിലെ പോയത്, എന്തായാലും ചിലപ്പോ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ വരുള്ളൂ. അല്ല, അപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് അവരറിഞ്ഞ പ്രശ്നമാവില്ലേ? പ്രശ്നമില്ലെന്ന് തള്ളി പറഞ്ഞ പച്ചത്തെറിയായിരിക്കും പറയാ. അവരൊക്കെ ഡീസന്റ്, അവരൊന്നും പറയില്ല. നീ വാ, കേറി വാ. നീ എന്താ അവിടെ നിൽക്കുന്നത്? ഇരിക്കി. ഇവിടെയോ? നമ്മുടെ റൂം ഏതാ? നമ്മുടെ റൂമോ? ആക്ച്വലി ഇവിടെ ഒരു റൂമുള്ളേ, അതിലാണ് അച്ഛനും അമ്മയും കിടക്കുന്നത്. അമ്മയാണെങ്കിൽ വാതിലും മൂട്ടി പോയിരിക്കുന്നു. അല്ല, എപ്പോഴും ഞാനാ ഇവിടെ ഇവിടെ തന്നെ കിടക്കാറുള്ളത്. നമുക്കിവിടെ പോരെ? ഇവിടെയോ? ഇത് ഹാളല്ലേ, നമുക്കൊരു പ്രൈവസി ഒക്കെ വേണ്ട മനോട്ടാ? എടാ, ഇവിടെ പ്രൈവസിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, ഇവിടെ എപ്പോഴും ആളുണ്ടായില്ല. അതിന് 2-5 മണിക്കൂ ജോലിക്കുവേ. പിന്നെ അപ്പം രാത്രിയൊക്കെ അല്ലേ വരുള്ളൂ. എനിക്ക് ഇനിയിപ്പോൾ വേണമെങ്കിലും ഒരു കാര്യം ചെയ്യാം. അമ്മ അച്ഛനും വന്നിട്ടേ അതിൽ ഒരു ലോഡിൽ സാധനം ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് പുറത്തിട്ടിട്ടേ നമുക്ക് വേണമെങ്കിൽ അവിടെ കിടക്കാം. എന്തായാലും നീ ഇരിക്കും, ഞാൻ ചായയോ വെള്ളം എന്തെങ്കിലും എടുത്തിട്ട് വരാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടാകുമെന്തോ. തള്ള എവിടെ ആയിരിക്കും വെച്ചിരിക്കുന്നത്? പച്ചവെള്ളം കൊടുക്കാം. അച്ഛാ, ആ ബെഡൊന്ന് മാറ്റി തന്നെ, ഭയങ്കര നടുവേദന. അച്ഛനെ എന്നാ പുതിയത് മാറ്റി തരാം കേട്ടോ മോളെ. അതിപ്പോ വാങ്ങിച്ചിട്ട് 5 മാസമല്ലേ ആയുള്ളൂ, അപ്പഴത്തേക്ക് ഇത് മാറ്റാനായാ? എന്റെ മോക്ക് നടുവേദന വരുന്നത് പറഞ്ഞു കേട്ടില്ലേ, എന്നിട്ട് അതിൽ തന്നെ കിടക്കാനാ? പിന്നെ പഴയത് എന്താ ചെയ്യാ? അത് എവിടെയും കൊണ്ടിടുന്നേ. എടോ, നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. നീ വെറുതെ ഓരോന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. എല്ലാം ശരിയാവും. നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ ജീവിതം. ഇപ്പൊ പിള്ളേരെ വിളിച്ചിട്ടുണ്ടായിരുന്നേ, നീ പെട്ടെന്ന് മാറ്റി നമുക്ക് അമ്പലത്തിൽ പോയിട്ടൊന്ന് താലി കെട്ട് വരാം, അല്ലെങ്കിൽ പ്രശ്നമാണ്. കേട്ടോ, നീ ഉഷാറാ. വേറെ ഡ്രസ്സും ഇല്ല, അല്ല നിനക്ക് ഇതന്നെ മതി. ഞാനൊരു ടീഷർട്ട് ഇട്ട് വരാം. ആ ദേവി, ഞങ്ങളിപ്പോ കോടതിയിൽ നിന്ന് വന്നേ ഉള്ളൂ. അവള് ഞങ്ങളൊന്നും വേണ്ട കേട്ടോ. ചെക്കനോട് കൊറേ കാല് പിടിച്ച് പറഞ്ഞു, ഒന്ന് നിൽക്കുമ്പോൾ അവനോട് പോണ്ട, നിന്റെ അച്ഛനൊന്നും അത്രയും സ്നേഹിക്കില്ലെന്നൊക്കെ. അവള് കേട്ടില്ലേ? എന്റെ കാര്യം വിട്, മൂപ്പന്റെ കാര്യം അറിയാലോ. മകള് വേണ്ടി തിന്നാണ്ട് കുടിക്കാണ്ട് ഒക്കെ അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. മൂപ്പര് വന്നപ്പോ തൊട്ട് അന്നൊക്കെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ അപ്പം വിചാരിച്ചതാ അവള് എവിടെയോ പോയി തൊലയട്ടെ, പോയി നരകിക്കട്ടെ എന്നുള്ളത്. ശരി, പിന്നെ വിളിക്കാന്ന. ജാനകി, എൻ്റെ മോള് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമോ? എൻ്റെ കുട്ടിക്ക് സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ തലവേദന വരും. എൻ്റെ മോള് മരുന്ന് എവിടെയല്ലേ? മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടാവും എൻ്റെ മോള്? നിങ്ങൾ എന്തൊക്കെയാ കിടന്ന് പറയണത്? നമ്മളെ വേണ്ട, അവൻ്റെ പോയതല്ല അവൻ്റെ കൂടെ. അവളോട് കിടന്ന് അനുഭവിക്കട്ടെ. എൻ്റെ കുട്ടീനെ ശപിക്കല്ലേ നീ? അങ്ങനെ വളർത്തിയതാ ഞാൻ. എൻ്റെ മോളെ ശപിക്കുന്നോ? അവക്ക് കുട്ടിൻ്റെ അവക്കെന്തോ അങ്ങനെ തോന്നിയതാ. അവള് വരും.
അവള് അച്ഛൻ്റെ അടുത്തേക്ക് വരും, എൻ്റെ മോളും വരും. ഞാൻ പോയി കൂട്ടിയിട്ട് വരട്ടെ? കോടതിയിലും പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ പോയതല്ലേ, നമ്മളുടെ ഒന്നും വേണ്ടാവട്ടെ ആ ചെക്കൻ്റെ കൂടെ. എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തില്ല നമ്മളെ. ഇനിയിപ്പോ നിങ്ങൾ ആരെ നോക്കി പോവാണ്? എൻ്റെ മോളുടെ ഡ്രസ്സൊക്കെ എവിടെയല്ലേ? എൻ്റെ മോള് മരുന്ന് തലവേദനയ്ക്കില്ലേ? എൻ്റെ മോക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ മോളെ? മോളെ തലവേദന വരുമോ ജാനകി? മോളെ എന്തിനാ പാവികള് ചെയ്തിട്ട് പോയത്? അമ്മ ആരോ ഇവിടെ എന്തൊക്കെ? അതാ അമ്മ പറഞ്ഞു ഗ്യാസ് പെട്ടെന്ന് തീർന്നു, ഇനി അടുപ്പിൽ കത്തിക്കാനേ. അപ്പൊ കുറച്ച് വിറക് പെറുക്കിട്ട് വരാൻ പറഞ്ഞതാ. അത് നന്നായി, അല്ലെങ്കിൽ ഗ്യാസ് ഉപയോഗിക്കല്ലേ. അത് തീർന്നപ്പോ ആരാ മേടിക്കുക? വിറക് കത്തിച്ചാൽ മതി, കുറെ ഉണ്ടല്ലോ. ഇതൊക്കെ നിങ്ങളുടെ സ്ഥലമാ? ഇത്രയും സ്ഥലമോ? എന്നാ പിന്നെ ഞാൻ കോടീശ്വരനല്ലേ. നമുക്ക് ആ 3 സെന്റ് സ്ഥലമല്ലേ, ഇതൊക്കെ വാങ്ങാൻ വെച്ചിട്ട് വേറെ ആരുടെ കയ്യിലുള്ളത്. വിറകൊക്കെ എടുത്തു, അതും കുഴപ്പമില്ല, ആരും ചോദിക്കുന്നില്ല. അല്ല ഇന്ന് പണിക്ക് പോയില്ലേ? പണിക്കോ? ഞാനോ? ഇല്ല, ഇന്നത്തെ മഴക്കാലം കണ്ടപ്പോഴേ ലീവാക്കിയതാ. മഴ പെയ്തുമില്ല, അതാ. പിന്നെ മനോട്ടാ, ഈ തിങ്കളാഴ്ച എനിക്ക് എക്സാം തുടങ്ങണേ. അതിന് മുമ്പ് 5000 അവിടെ ഫീസ് അടയ്ക്കാണ്ട്. അത് അടച്ചില്ലെങ്കിൽ പിന്നെ എക്സാം ഒന്നും എഴുതാൻ പറ്റില്ല. ഏട്ടൻ എത്രയും പെട്ടെന്ന് കൊണ്ട് അടയ്ക്കുമോ? 5000? നല്ല കഥയെ. പറു, ഇനിയിപ്പോ എക്സാമൊക്കെ എഴുതണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ, നീ ഇപ്പോൾ ഇവിടെ എത്തിയില്ലേ, പോട്ടെ, ഒന്നും എഴുതണ്ട. അയ്യോ മനോട്ടാ, ഈ എക്സാം കൂടി എഴുതിയാലേ എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും എഴുതണം, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നല്ലതല്ലേ. മനോട്ട് എന്തായാലും ഒന്ന് അടയ്ക്കണേ. എന്ത് സർട്ടിഫിക്കറ്റ്? എടാ, പണ്ടത്തെ ഡിഗ്രിയൊക്കെ ഇപ്പം ഉണ്ടോ? വെറുതെ എടാ, അതൊന്നും വേണ്ടടോ, എഴുതിനും ഒരു കുഴപ്പമില്ല, നീ വിട്ടുകളാ. എൻ്റെ കൊച്ചേ, ഇവന് ഇനി ഡിഗ്രിനെ കുറിച്ച് വല്ല അറിവുണ്ടോ? 10ാം ക്ലാസ് തോറ്റിട്ട് പണിക്ക് പോയി ഇറങ്ങിയതാ. തള്ളേ, രാവിലെ തന്നെ ഓരോന്ന് പോരണല്ലേ, നിങ്ങളുടെ പണി നോക്കിയാ പോരെ. എന്താ മനോട്ടാ, അമ്മനോട് എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? പിന്നെ ആ തള്ള പറഞ്ഞത് കേട്ടില്ല നീ? എടാ ചെക്ക, വെറുതെ ഉരുണ്ട് കളിക്കാൻ നിൽക്കലടാ. നിനക്ക് പരീക്ഷ എഴുതാനുള്ള ഫീസ് അടയ്ക്കാൻ കഴിവില്ലെങ്കിലേ അതിൻ്റെ കഴുത്തിൽ ചെറിയ ചെയിനോ മോതിരം എന്തോ ഇല്ലേ, അതുകൊണ്ട് വിൽക്കുക, പണയം വെക്കുകയോ എന്തോ ചെയ്തിട്ട് പോയി ഫീസ് അടയ്ക്കാൻ നോക്ക്. നിന്റെ കൂടെ വന്നതോ അതിൻ്റെ ജീവിതമേ പോയി. നീ അത് പറയുന്ന കാര്യം ആക്കണ്ട കേട്ടോ. മനോട്ടാ, ഇതുകൊണ്ട് വിൽക്ക് പണയം വെക്കുകയോ ചെയ്തിട്ടേ ഇന്നെ കൊണ്ട് ഫീസ് അടയ്ക്കേ. എനിക്കെന്തായാലും പരീക്ഷ എഴുതിയേ പറ്റുള്ളൂ. എടോ, അത് പെട്ടെന്ന് എൻ്റെ അടുത്ത് പൈസ ഇല്ലാണ്ട് ചെറുപ്പത്തിൽ ഇട്ടാന്നല്ലേ, ഭയങ്കര ടൈറ്റ് പോലെ. കുഴപ്പമില്ല, നീ ഒരു ആഗ്രഹം പറഞ്ഞിട്ടേ അത് പിന്നെ നടത്താതെ ഇരിക്കണ്ട. ഞാൻ അതുകൊണ്ട് പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടേ എൻ്റെ ഫീസ് അടയ്ക്കാം. നീ പരീക്ഷ എഴുത്, നന്നായി എഴുതണേ. ശരി. അളിയാ, എവിടെ? എന്നാ പുറത്തിറങ്ങേ, ഒരു ചെറിയൊരു കോളത്തിട്ടുണ്ടേ. ഓളാ കയ്യിലൊരു ചെറിയൊരു മോതിരുണ്ടായിരുന്നു, അങ്ങ് അടിച്ചു മാറ്റിയല്ലോ അവള് തന്ന്. എന്തോ ഒരു 5000 രൂപ കാര്യമുണ്ട് അത്ര. ആ 5000 രൂപയ്ക്ക് അത് തന്നാലും ബുദ്ധിയൊന്നുമില്ലടേ. അല്ല, എൻ്റെ മൊബൈലിൽ EMI അടിക്കാനായി. നീ വാ, ബാറിൽ പോയിട്ട് 2.5 അടിക്കാം. ആടെ ഞാൻ മേടിച്ചു എത്ര വേണം. ശരി എന്നാ. ഓക്കെ ശരി. രക്ഷപ്പെട്ടു. അയ്യോ, എൻ്റെ അമ്മോ, എന്ത് കാണാനാണ്. എന്താ മനു, ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നത്. പൈസ എവിടെ? കോളേജിൽ ഫീസ് അടിക്കാൻ പോണ്ടേ?
എന്ത് കോളേജ് അടി? ഞാൻ എന്നോട് പരീക്ഷ എഴുതാൻ പോകണ്ട പറഞ്ഞല്ലേ? അതന്നെ ഇത് പോണത്. നീ എന്തൊക്കെയാ പറയണത്? കോളേജിൽ ഫീസ് അടയ്ക്കണം പറഞ്ഞില്ലേ ഞാൻ ഒരു മോതിരം അയച്ചു തന്നത്? നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? അതിൻ്റെ ആണുങ്ങളായ കുറച്ച് കുടിക്കൊക്കെ ചെയ്യും. അതിന് ഭരിക്കാൻ നിൽക്കണ്ട കേട്ടാ. നീ കോളേജിൽ പോകണ്ട തന്നെ. മോനു കളിക്കാൻ നിൽക്കല്ലേ, എനിക്ക് എന്തായാലും എക്സാം എഴുതിയേ പറ്റൂ. എന്താടി ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ലേ? നീ എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാടി കോളേജിൽ പോകുന്നത്? മറ്റാനുണ്ടോ അവിടെ? അല്ല കുറേ എണ്ണം ഉണ്ടല്ലോ കോളേജിൽ. കയ്യും കണ്ണും കാണിച്ച ആ സ്പോട്ടിൽ പറയുന്നല്ലേ നീ. എത്ര ആളടി ഇപ്പം നിനക്ക് അവിടെ? ദേ കുറച്ച് മര്യാദക്ക് സംസാരിച്ചോട്ടാ. നിന്നെ അവിടേക്ക് എന്ത് മര്യാദ സംസാരിക്കാണ്ടി? അല്ല നീ അല്ലേ പറഞ്ഞത് നിന്റെ അച്ഛനമ്മ അത്രയും നന്നായിട്ട് സ്നേഹിച്ച് വളർത്തിയാൽ നിന്നെയെന്ന്. എന്നിട്ട് എന്നെ 3-4 മാസം കാണാൻ വിളിക്കും, അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നീ എൻ്റെ കൂടെ വന്നല്ലേ? ആ നിന്നെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക? അപ്പം എന്നെക്കാളും നല്ല ഒരുത്തനെ കോളേജിൽ കണ്ടാലേ നീ അവൻ്റെ കൂടെയും പോവില്ലേ? അവിടെ ഒരു കോളേജിലും പോകരുത്, എങ്കിലും പോകണ്ട, അടങ്ങി ഇവിടെ ഇരുന്നോ റെഡി. മനു കളിക്കാൻ നിൽക്കല്ലേ, എനിക്ക് എന്തായാലും എക്സാം എഴുതിയേ പറ്റൂ, അല്ലെങ്കിൽ ഇത്രയും കാലം പഠിച്ചൊക്കെ വെറുതെ ആയി പോവും. പോടിയാടന്ന് അട്ടങ്ങി ഒതുങ്ങി ഇരുന്നോട്ടാ. എൻ്റെ മൊബൈൽ കളി കുറച്ച് കൂടുന്നുണ്ട്. എന്തെങ്കിലും ഞാൻ അതിൽ കണ്ടാ ഒന്നു തുടങ്ങി ഞാൻ. ആരാ? നീ കൃഷ്ണൻ്റെ മോളല്ലേ? ആ, നിന്റെ ഭർത്താവും അമ്മായിയച്ഛനും ഇവിടെ ഇല്ലേ? അവരാരും ഇവിടെ ഇല്ല. എന്താ കാര്യം? എനിക്ക് കുറച്ച് പൈസ തരാനുണ്ട്, ഇന്ന് വരാൻ പറഞ്ഞതാ. രണ്ടും കൂടി മുങ്ങിയല്ലേ? എനിക്കൊന്നും അറിയില്ല ഏട്ടാ, അവർ രണ്ടാളും രാവിലെ നേരത്തെ പോയതാ. എവിടേക്കാന്നൊന്നും അറിയില്ല. എന്തിനാ മോളെ ഇവൻ്റെയൊക്കെ കൂടെ ഇറങ്ങി വന്നത്? ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കണ്ട. എൻ്റെ ഭർത്താവേ പൈസയ്ക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. നീ ഒന്ന് സൂക്ഷിച്ച മോളെ. സോറി കേട്ടോ, ഞാനേ അത് കുറച്ച് കുടിച്ചത് കൂടിപ്പോയിരുന്നു. ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞു പോയി, ഇന്ന് മനസ്സിലാക്കല്ലേ. സോറി കേട്ടോ. വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ 2 മോതിരമില്ലേ നിങ്ങളിപ്പോൾ കുടിക്കാൻ വേണ്ടി കൊണ്ടുപോയത്? ഫീസ് അടച്ചെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, അത് തിരിച്ചെടുത്ത് തന്നെ. എൻ്റെ അച്ഛൻ വാങ്ങിച്ചു തന്നത്. മോതിരോ? അതൊക്കെ വിറ്റു. സമയമുണ്ടല്ലോ, നീ ഇവിടെ തന്നെയല്ലേ, ഞാൻ എടുത്തുതരാം. നിങ്ങൾ നന്നായി എടുത്തു തരും, അതിന് വല്ല പണിക്കോ തുറത്തിനോ പോണ്ടേ? ഒരാളുടെ അടുത്ത് കടം വാങ്ങിച്ചിട്ട് അയാൾ ദിവസം വീട് കയറി ഇറങ്ങുക. അച്ഛനും മോനും മുങ്ങി നടക്കല്ലേ പൈസ കൊടുക്കണ്ട്. എന്തിനങ്ങനെ കള്ളത്തരം പറഞ്ഞ എൻ്റെ ജീവിതം കളഞ്ഞത്? എൻ്റെ പാറു, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ ചെറിയ കള്ളത്തരൊക്കെ പറഞ്ഞത്, അല്ലാതെ നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എടാ, ഇപ്പം നമ്മുടെ കല്യാണം കഴിഞ്ഞ് നീ എൻ്റെ ഭാര്യയാണ്, നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. എടോ, നമുക്കൊരു കുഞ്ഞായാലേ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുന്നതാണ് എനിക്ക് വന്നത്. കാരണം പുതിയൊരാൾ വരുമ്പോൾ എൻ്റെ മാറ്റം വരുമല്ലോ. എന്നാൽ നമുക്കൊരു കുഞ്ഞിൻ്റെ കാര്യം നോക്കണ്ടേ? കുഞ്ഞത്രേ, നിനക്ക് നിന്റെ സ്വന്തം കാര്യം നോക്കാൻ പോലും കഴിവില്ലല്ലോ. അതിനിടയ്ക്ക് എന്നെ കല്യാണം കഴിച്ചു, ഇനിയിപ്പോൾ ഒരു കുഞ്ഞും കൂടി വേണമെന്നല്ലേ? അല്ല, അത് വന്നു കഴിഞ്ഞാൽ ആരാതിന് ചെലവിന് കൊടുക്കുക? നിർത്തടി, നിർത്ത്. പെണ്ണേ, നീ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ ഞാൻ. ഒരു കുഞ്ഞാട്ടെ വന്നിട്ട് സോപ്പിട്ട് നിന്നാ അപ്പോൾ താഴെ നമുക്ക് തലയിക്കാരല്ലേ ചവിട്ട് തീർത്തുക്കളയും ഞാൻ. പ്രേമിക്കുന്ന സമയത്ത് എന്തായിരുന്നു പൊന്നെ മുത്തേ കരലേന്നൊക്കെ പറഞ്ഞിട്ട്. വീട് എത്തിയത് നീ വിളിക്കായിരുന്നില്ലടാ, എന്ത് ചെയ്യണം, ഭക്ഷണം കഴിച്ച് ഉറങ്ങിയോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ഞാൻ വന്നിട്ട് എത്ര ദിവസമായി,
ഒരു നേരമെങ്കിലും നീ ഭക്ഷണം കഴിച്ചോന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ നീ? അതിനെങ്ങനെയാ ഇവിടെ എന്തെങ്കിലും തിന്നാനുണ്ടായിട്ട് വേണ്ടേ? ഇത്രയും കാലമായിട്ടേ എൻ്റെ വീട്ടുകാരൊരു ചായ പോലും എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചിട്ടില്ല. ഇവിടെ എത്തിയതും ഈ വീട്ടിലെ എല്ലാ പണിയും ഞാൻ ഒറ്റൊരുത്തിയാണ് ചെയ്യണത്. അതൊന്നും ആരും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ വീട്ടുകാരനെ പറ്റിച്ച് ഞാൻ നിൻ്റെ കൂടെ ഇറങ്ങി വന്നല്ലേ, അത് ഞാൻ അനുഭവിക്കുക തന്നെ വേണം. കുറെ നേരമല്ലടി നീ നിന്റെ വീട്ടുകാരെ കുറിച്ച് കൊണമെന്നും വർത്താനം പറയുന്നത്. അത്രയും സ്നേഹമാണെങ്കിൽ നിനക്ക് അവിടെ തന്നെ ഇരുന്നൂടെ? പിന്നെ എന്തിനാണോ പറ്റിച്ച് എൻ്റെ കൂടെ വന്നത്? എന്തായാലും ഇപ്പം ഇങ്ങോട്ട് വന്നില്ലേ, നീ പെട്ടു. ഇനി എൻ്റെ കുഞ്ഞിനെയും പ്രസവിച്ച് ഇവിടെ തന്നെ കിടന്നോ? എൻ്റെ ജീവിതവും കളഞ്ഞ് നിൻ്റെ കൂടെ ഇരിക്കാൻ എനിക്കെന്തായാലും പറ്റില്ലടാ. എന്താടേ, ആരെയാ വിളിക്കുന്നത്? പോലീസിനെയാ? അച്ഛാ, വാ മോളെ വാ. നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? കയറി വാ. ചെല്ലു മോളെ, പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റേ. മോളെ നാളെയല്ല എക്സാം? അച്ഛൻ നേരത്തെ തന്നെ ഫീസ് അടിച്ചിട്ടുണ്ട്. മോള് നാളെ ചെന്നിട്ടേ നന്നായിട്ട് എക്സാം എഴുതിട്ടോ. എത്ര വലിയ തെറ്റ് ചെയ്താലും മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ അത് അച്ഛനും അമ്മയ്ക്കും കണ്ടു നിൽക്കാൻ പറ്റില്ലല്ലോ. പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ പഠിക്കാനൊന്നുമില്ലല്ലോ. മോളൊരു കാര്യം ചെയ്യ്, ഇവിടേക്ക് ഒന്ന് അടിച്ചു തുടക്കേ. ആമാ, ചൂലും മോപ്പൊക്കെ പുറകിലുണ്ട്, പോയെടുത്തിട്ട് ചെയ്തോ. കഴിഞ്ഞോ മോളെ? അമ്മേ, എന്നൊരു കാര്യം ചെയ്, അച്ഛൻ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അതൊന്ന് പോയി കറി ഉണ്ടാക്ക്. അമ്മ, കറി വെക്കാൻ എനിക്ക് സാരില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ആ കുട്ടി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ അതിന് കാരണക്കാരൻ നമ്മളും കൂടിയാ. ഇന്നേ വരെ ഈ വീട്ടിൽ ഒരു പണികളും അവളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടില്ലല്ലോ. എന്ത് ചോദിക്കുമ്പോഴേക്കും നേരെ എടുത്ത് മുന്നിൽ കൊണ്ട് കൊടുക്കും. മക്കളെ വളർത്തുമ്പോൾ വീട്ടിലെ എല്ലാ പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടും അറിയിച്ച് വേണം വളർത്താൻ. അതേപോലെ വീട്ടിലെ എല്ലാ പണികളും അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കണം. അങ്ങനെയുള്ള കുട്ടികൾ ഒരിക്കലും ഇതുപോലെയുള്ള തോന്നിയാസം ചെയ്യില്ല. മോളെ, കറിയായാ? ആമേ, കഴിയാറായി. ആ, ഇനിയിപ്പോൾ പരീക്ഷൻ്റെ റിസൾട്ടൊക്കെ വരാൻ കുറേ താമസം എടുക്കില്ലേ? അതുവരെ എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കണ്ട.
ഇനിയിപ്പോൾ റിസൾട്ടൊക്കെ വന്ന് PGക്ക് അഡ്മിഷൻ ആകണമെങ്കിലേ ഒരുപാട് പൈസ ചിലവുണ്ടാകും. എല്ലാം അച്ഛനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ രാജമാമനെ ടൗണിലൊരു ടെക്സ്റ്റൈൽസ് ഇട്ടിട്ടുണ്ട്. വലിയ ഷോപ്പാണെന്ന് അവൻ പറഞ്ഞത്. അവിടെ കുറച്ച് ആൾക്കാരനെ വേണത്രേ. തൽക്കാലം നീ അവിടെ പോയി നിന്നോ. അവൻ എന്തായാലും മാസം 10-12,000 തരും. പിന്നെ ഇപ്പോൾ PGക്ക് അഡ്മിഷൻ കിട്ടുമ്പോഴേ വേറെ എന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ജോലി നോക്കാം. അമ്മ മാമനെ വിളിച്ച് പറഞ്ഞോ, ഞാൻ നാളെ തന്നെ പോവാം. അടുക്കളയിൽ വേറെ എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ വേഗം തീർക്ക്. നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അമ്മ പറയാലോ വീട്ടല്ല നീ കണ്ടാ ആളെങ്ങനെയുണ്ട്? കിട്ടിക്കച്ചല്ലേ? എന്ത് ഡിവോഴ്സ്? എടാ അതൊക്കെ കഴിഞ്ഞിട്ട് 3 വർഷമായില്ലേ. ഞങ്ങൾ നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന് താലിയിട്ടില്ലായിരുന്നു അമ്പലത്തിന് പേരിന്. അതൊന്നും അറിയില്ലടാ, അവളുടെ കാര്യം എനിക്ക് അറിയില്ല. അവള് PG കഴിഞ്ഞു വന്നാ സെറ്റാ നെറ്റാ PSC കോച്ചിങ്ങിന് വന്നോ രാകേഷ് പറഞ്ഞു കേട്ടാ. ഇല്ല അളിയാ, എനിക്ക് ഇത് അവള് പോയി കഴിഞ്ഞിട്ട് ഒരു 4-5 പെണ്ണ് വന്നു. ഇപ്പൊ മഞ്ജു കണ്ടില്ലേ? അത് അവിടുത്തെ കുറച്ച് മുതലാക്കണം. ശരി. മഞ്ജു ആരാ മോളെ വന്നേ? അത് പോസ്റ്റ് മാനേജാ. എനിക്ക് ഹയർ സെക്കൻഡറി ടീച്ചറായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാനേ അമ്മയോട് പറയട്ടെ. നന്നായി മോളെ. രാധു എടാ വയറ് വരെ മാറിയടാ. ഇല്ലേ എടാ മോളെ ഹോട്ട് ബാഗ് വെക്കി. എടാ വെക്കടാ മാറും. എടാ നിനക്ക് വയ്യാണ്ട് എനിക്കിവിടെ സമാധാനം ഇല്ലല്ലോ. എടാ ഈ മനോട്ടല്ലാണ്ട് പിന്നെ നിന്നെ ആരാണ് കെയർ ചെയ്യുക? പിന്നെ ഞാൻ വിളിച്ചതേ, നമ്മളിപ്പോൾ പരിചയപ്പെട്ട് 4 മാസം കഴിഞ്ഞല്ലേ, നമുക്ക് ഒന്നിക്കണടാ. നമുക്കൊന്ന് രജിസ്റ്റർ മാരേജ് ചെയ്താലോ? പറ്റുന്നില്ലടാ നീ അല്ലാണ്ട്. ഒരു സീനില്ല, അതൊക്കെ ഞാൻ നോക്കിയാളാ. നീ ഒരു കാര്യം ചെയ്, നമ്മുടെ വയലില്ലേ, നാളെ അങ്ങോട്ട് വാ, അവിടെ തീരുമാനിക്കാം. ശരി. വിളിച്ചു ഇവിടെ പിടിക്കണം, നല്ല രക്ഷപ്പെടുള്ളൂ. കിട്ടും. കിട്ടാണ്ട് അവിടെ പോനാ ശ്രദ്ധിക്കേ. അത് വലിയൊരു ട്രോമയായി. അതിനുശേഷം അച്ഛൻ എന്നെ വന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു. പക്ഷേ നേവരായിട്ട് അവർ രണ്ടാളും അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും എന്നോട് സംസാരിച്ചിട്ടില്ല. ചിലപ്പോൾ അതെനിക്കൊരു വിഷമമാണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അത് കഴിഞ്ഞ് ഞാനിവിടുന്ന് PG ചെയ്തു. പിന്നെ അതിനിടയ്ക്ക് നെറ്റ് സെറ്റ് PSC ഒക്കെ ട്രൈ ചെയ്തിട്ട് ഇപ്പോൾ 1 year ആയിട്ട് ഹയർ സെക്കൻഡറിയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക. എല്ലാം ബ്രോക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ എല്ലാം അറിഞ്ഞിരിക്കണം എന്നൊരു നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ മലമ്പുഴ പോലീസ് സ്റ്റേഷനിൽ CI ആയിട്ട് വർക്ക് ചെയ്യുക അല്ലേ? CA അല്ല, SI ആണ്. സോറി. ചായ കുടിക്കോ? മാതാപിതാക്കളുടെ സ്നേഹത്തേക്കാൾ വലുതായിട്ട് ഈ കാമുകനെ കാണുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ 18-20 വയസ്സിലൊക്കെ ജീവിതത്തെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത പ്രായത്തില് അവർ ഇറങ്ങിത്തിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് പോലും അറിയാതെ ഒളിച്ചോടുന്നവരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒപ്പം പോകുന്നവന്റെ യഥാർത്ഥ മുഖം ശരിക്കും നിങ്ങൾക്ക് അറിയാമോ? അവന്റെ സ്വഭാവം, അവന്റെ കുടുംബം, അവന്റെ ജീവിത രീതി, ഇതൊന്നും അറിയാതെ എന്തിനാണ് ഇങ്ങനെ സ്വന്തം ജീവിതം ഈ ചവറ്റുകൂട്ടുകളിൽ എറിയുന്നത്? ഓർക്കുക, നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ നശിക്കുന്നത് നിങ്ങളുടെ മാത്രം ജീവിതമല്ല, നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വളർത്തിയ, നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകിയ ആ പാവം അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം കൂടിയാണ് അവിടെ തീരുന്നത്. സ്കൂളിലേക്ക് പോയ മകള് വൈകുന്നേരം മടങ്ങി വരുമെന്ന് കാത്തിരിക്കുന്ന അച്ഛൻ്റെ മുന്നിലേക്ക് വരുന്നത് ചിലപ്പോൾ
മകൾ വേറെ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയി എന്ന വാർത്തയായിരിക്കും. അപ്പോൾ ആ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ നാട്ടുകാരൻ്റെ പരിഹാസം, ബന്ധുക്കളുടെ കുറ്റപ്പെടുത്തൽ, പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. സ്വന്തം മകൾ നഷ്ടപ്പെട്ട വേദനയിൽ എരിഞ്ഞു തീരുന്ന അച്ഛനമ്മമാരുടെ കണ്ണുനീരിന് എന്ത് വിലയാണ് ഈ പെൺകുട്ടികൾ നൽകുന്നത്? ഇതുപോലത്തെ ചതിക്കുഴികൾ ഒരുക്കിയിട്ട് ഒരുപാട് ആളുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വലയിലൊന്നും വീഴാതെ നിങ്ങളെ രക്ഷിക്കേണ്ടത് അത് നിങ്ങൾ മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക.